ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ ഫിസിക്സിലെ +2 ഫിസിക്സിലെ 3rd ചാപ്റ്റർ കറന്റ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഇതിന് മുൻപ് നമ്മൾ 2 ചാപ്റ്റേഴ്സും, അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ളതും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സസ് ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം കറന്റ് ഇലക്ട്രിസിറ്റി എന്നുള്ള ക്ലാസ് കാണാൻ വരിക കേട്ടോ. അപ്പോൾ തുടങ്ങാം. ഓക്കെ, ഇത് നിങ്ങളുടെ 3rd ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ മുമ്പത്തെ ഞാൻ എന്റെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എടുക്കുമ്പോഴാണെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണെങ്കിലും അതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറെ ഡെറിവേഷൻസും അല്ലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ ഇതിൽ കൂടുതലും നമുക്ക് തിയറീസ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇലക്ട്രിക് കറണ്ട് എന്താന്ന് നോക്കാം. ഇലക്ട്രിക് കറണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കറണ്ട് എന്നുള്ള ടേം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും. കാരണം നിങ്ങൾ +2 എത്തിയ പിള്ളേരാണ്. അപ്പൊ എന്തായാലും കറണ്ട് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും അല്ലെ, കറണ്ട് പോകുന്നു, കറണ്ട് വരുന്നു അല്ലെ. നമുക്കറിയാം, നമുക്കിപ്പോ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയിന്നിരിക്കട്ടെ, അപ്പൊ നമ്മൾ ഉടനെ എന്താ പറയാ, അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയിട്ടുണ്ടോ ഇല്ലയോ നോക്കും. അത് നമ്മളെ അമ്മമാരൊക്കെ ഒരു സ്ഥിരം ഡേസി ഫാമിലിന്റെ ഒരു സ്വഭാവമാണ്, റൈറ്റ്? അപ്പൊ നമ്മള് ഇന്ന് എന്താണ് പഠിക്കുന്നത്? ഇലക്ട്രിക് കറണ്ട് ആണ്. നോക്കാം. കറണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്നുള്ളതാണ്. കറണ്ട് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. ഈ ടേം ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ പോലെ നമുക്ക് പറയാനുള്ളത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പഠിക്കാം. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, any medium having free electric charges is a conductor of electricity. free electric charges ഉള്ളതെല്ലാം കണ്ടക്ടർ ആണ് എന്നാണ് പറയുന്നത്. അതായത് ഈ റേറ്റ് ഓഫ് എന്ന് നിങ്ങൾ ഇവിടെ പറയുന്നില്ലേ, ഈ റേറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എന്തൊരു ക്വാണ്ടിറ്റി ആവട്ടെ അത് ഡിവൈഡഡ് ബൈ ടൈം വരികയാണെങ്കിലാണ് നമ്മൾ അതിനെ റേറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നമ്മളുടെ ക്വാണ്ടിറ്റി എന്താണ്? ചാർജ് ആണ്. അപ്പൊ നമുക്ക് കറണ്ടിന്റെ ഡെഫിനിഷൻ എന്ത് കിട്ടിയടാ? Q/T എന്ന് പറഞ്ഞൂടെ. എന്തും ഡിവൈഡഡ് ബൈ ടൈം നമുക്ക് റേറ്റ് എന്നാണ് വരിക. റേറ്റ് ഓഫ് ചാർജ് ആണ് ഇവിടെ. അപ്പൊ അതെന്താണ്? I = Q/T. ശരി, നിങ്ങളുടെ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എനി മീഡിയം ഹാവിംഗ് ഫ്രീ ഇലക്ട്രിക് ചാർജസ് ഇസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. ഈ ഫ്രീ ഇലക്ട്രിക് ചാർജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ ഇലക്ട്രോൺസ് ഒരു കണ്ടക്ടറിന്റെ അകത്ത് നമുക്കറിയാം ഇലക്ട്രോൺസും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോട്ടോൺസും ഉണ്ടാവും. ഈ ഇലക്ട്രോൺസ് എന്തെങ്കിലും ഒരു ബോണ്ടിങ്ങിലാണ് നിൽക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിലാണ്, അതായത് ഈ പ്രോട്ടോൺസിനോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസിനോടോ പാർട്ടിക്കിൾസിനോടോ എന്തെങ്കിലും ആവട്ടെ, അവര് ഫ്രീ ആണെങ്കിൽ മാത്രം, അതായത് ഒരു തരത്തിലുള്ള ബോണ്ടിങ്ങോ അട്രാക്റ്റീവ് ഫോഴ്സോ ഈ ഇലക്ട്രോൺസിന് ഒരു മെറ്റീരിയലിന്റെ അകത്ത് ആ ഇലക്ട്രോൺസ് ഇപ്പം ഫ്രീ ആണെങ്കിൽ മാത്രം, അതാണ് ഈ ഫ്രീ എന്നുള്ള ടേം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഫ്രീ ഇലക്ട്രോൺസ് മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. അതായത് ചുമ്മാ ഇപ്പൊ ഇലക്ട്രോൺസ് നിൽക്കുകയാണ്, എടാ ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിനകത്ത് ചുമ്മാ ഇപ്പൊ ഇങ്ങനെ ഇലക്ട്രോൺസ് നിൽക്കുകയാണ്. ആൻഡ് ഇവരുടെ തന്നെ അട്രാക്റ്റീവ് ഫോഴ്സിന്, ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇവർ പക്ഷെ അട്രാക്റ്റീവ് ഫോഴ്സിലാണെങ്കിൽ, ഇവർ അട്രാക്റ്റീവ് ഫോഴ്സിലാണെങ്കിൽ അവിടെ ഒരിക്കലും എന്തുണ്ടാവില്ല, ഇവർ കണ്ടക്ട് ചെയ്യില്ല. കാരണം ഇവർ ഓൾറെഡി ഈ ഇലക്ട്രോൺസ് ഇത് പോസിറ്റീവ് ചാർജ് എന്ന് ഞാൻ മാർക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ പ്രോട്ടോൺസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഇവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഇവർ തമ്മിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ഇലക്ട്രോൺസ് ഫ്രീ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഫ്രീ അല്ലെങ്കിൽ അവിടെ ഒരിക്കലും ആ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. കാരണം ഇവർ ഈ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് ഇവരിങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, അവിടെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോൺസ് ചുമ്മാ അങ്ങ് നിന്നാല് കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണം. അപ്പൊ അവര് ഫ്രീ ആയിരിക്കണം. അവര് ഇപ്പം എന്താ പറയാ, നിങ്ങൾ അച്ഛനും അമ്മയും എടുക്കുകയാണെങ്കിൽ അച്ഛൻ ഉണ്ടെങ്കിൽ അമ്മ അവിടെ തന്നെ ഉണ്ടാവും അല്ലെ. അമ്മ പിന്നെ ഇവിടെ വേറെ എങ്ങോട്ടൊന്നും പോവില്ല. പക്ഷെ അച്ഛൻ ഇല്ലെങ്കിൽ അമ്മ എവിടെയെങ്കിലും പോകും. അപ്പോഴാണ് അമ്മ കറണ്ട് കണ്ടക്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ശരി, നമുക്ക് നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. Positive charges flow from higher potential to lower potential and negative charges flow from lower to higher. ഇതൊക്കെ നിങ്ങളുടെ പോയിന്റ്സ് ആണ് കേട്ടോ. NCERT-യിലുള്ള നിങ്ങളുടെ പോയിന്റ്സ് ആണ്. ഇത് ജസ്റ്റ് ഇലക്ട്രിക് കറണ്ട് കുറച്ച് പോയിന്റ്സ് ആണ്, അത് അങ്ങനെ തന്നെ പഠിക്കുക. അതായത് പോസിറ്റീവ് ചാർജസ് ആണെങ്കിൽ അവർ മൂവ് ചെയ്യുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കും, നെഗറ്റീവ് ചാർജസ് ആണെങ്കിൽ അവർ ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്കുമാണ്. ഈ പോയിന്റ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ എന്താ പറയാ, ഇത് പോസിറ്റീവ് ചാർജസ് അല്ലേ, പോസിറ്റീവ് ചാർജസ് മൂവ് ഫ്രം എന്ന് മാത്രം കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയണം, ഓക്കെ, പോസിറ്റീവ് ചാർജസ് ഹയർന്ന് ലോവറിലേക്കാണ് പോയിട്ടുണ്ടാവുക. ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരും. നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ബിക്കോസ് നെക്സ്റ്റ് വൺ അതുപോലെ വൈസ് വേഴ്സ ആണല്ലോ, അങ്ങനെ പഠിക്കാം.
when charge flows in a conductor from one place to the other, then the rate of flow of charge is called electric current. അല്ലെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് തന്നെയാണ് നിങ്ങളുടെ ഫസ്റ്റ് സെന്റൻസും. അതൊന്നും കുറച്ചൊന്നും കൂടെ വലുതാക്കി കുറച്ച് നീട്ടിയ ഒരു സെന്റൻസ് അത്രയാണ് ഉള്ളൂ കേട്ടോ. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഒരു കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ചാർജ് ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ് എന്ത്, കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കും നിങ്ങൾ. അങ്ങനെ ഇവിടെ നിന്ന് ഈ ഇലക്ട്രോൺ ഇപ്പൊ ഇങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ കറണ്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ അവിടെ കറണ്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, അത് ഫ്രീ ആണ്, ഒരു മൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇഫ് ദ മൂവിങ് ചാർജസ് ഇസ് പോസിറ്റീവ്, അതായത് പ്രോട്ടോൺസ് ആണെങ്കിൽ, the current is in the direction of motion of charges എന്നാണ് പറയുന്നത്. current is in the direction of motion of charges. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവരുടെ ഡിറക്ഷൻ ഉണ്ടല്ലോ, അവർ പോകുന്ന ഡിറക്ഷൻ, ആ കറണ്ടിന്റെ ഡിറക്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു നോട്ട് പോലെ നിങ്ങൾക്ക് എഴുതി വെക്കാം. അതായത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ കറണ്ടിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺസ് എങ്ങോട്ടാണോ പോകുന്നത് അതേ ഡിറക്ഷനിൽ തന്നെയായിരിക്കും എന്ത്, കറണ്ടിന്റെ ഡിറക്ഷൻ. സെയിം ഡിറക്ഷൻ, എന്താണ്, ന്റെ ഡിറക്ഷൻ സെയിം ആയിരിക്കും. അതേസമയം നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ, അതാണ് നിങ്ങളുടെ നെക്സ്റ്റ് പോയിന്റ്. പക്ഷെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ കറണ്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇപ്പം നെഗറ്റീവ് ചാർജസ് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഇലക്ട്രോൺസ് അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ ഡിറക്ഷൻ എന്തായിരിക്കും? ഇതായിരിക്കും നിങ്ങളുടെ കറണ്ട്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇലക്ട്രോൺസ് എങ്ങോട്ടാണോ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. സമയം പ്രോട്ടോൺസിലാണെങ്കിൽ ഇതാണ് പ്രോട്ടോണിന്റെ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക, പോസിറ്റീവ് ചാർജ്. പ്രോട്ടോണിന്റെ ഡയറക്ഷൻ ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷനും ഇത് തന്നെ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇത് കുറച്ച് പോയിന്റ്സ് ആണ് ഇലക്ട്രിക് കറണ്ടിനെ പറ്റിയിട്ട്. നമുക്ക് യൂണിറ്റ് ഒക്കെ ഇനിയും പറയാനുണ്ട്, നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ് പോവാം. ഓക്കെ, ഇതിലൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ആവറേജ് കറണ്ട് ചോദിക്കും. ആവറേജ് കറണ്ട് ആണ് നിങ്ങളടുത്ത് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എഴുതാം I is equal to delta Q by delta T. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ചേഞ്ചിന് അവിടെ വന്നിരിക്കുന്ന ആ ഒരു മൈന്യൂട്ട് ചേഞ്ച് ഉണ്ടാവില്ല. ആവറേജ് നമ്മൾ എപ്പോഴും എടുക്കുക ചേഞ്ച് എന്നാണല്ലോ, ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നെ ചേഞ്ച് ആണ് അല്ലെ. അപ്പം ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എടുക്കുക. ഇനി അതല്ല, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റന്റേനിയസ് ചോദിക്കും, ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ചോദിക്കും. ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പെസിഫിക് പോയിന്റിൽ, ഇപ്പൊ നിങ്ങൾ ഒരു ഗ്രാഫ് ഇങ്ങനെ നമ്മളിങ്ങനെ വരയ്ക്കാന്ന് വെച്ചോ, നിങ്ങളടുത്ത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ചോദിക്കുകയാണ് ടി എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പൊ അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ്. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ നമ്മളൊന്നുമില്ല, ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ചുമ്മാ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് ടി ടെൻസ് ടു 0, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. അപ്പം എന്ത്, ഇത് ടി ആണ് കേട്ടോ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ് അപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റന്റേനിയസ് കറണ്ടിന്റെ ഇക്വേഷൻ വരുന്നത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലിമിറ്റ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടീനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം, ഡി ക്യൂ ബൈ ഡി ടി. ഓക്കെ, നിങ്ങൾ പ്രോബ്ലംസിൽ കൂടുതലും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇതൊന്നും അത്ര യൂസ് ചെയ്യേണ്ടി വരില്ല, ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട കേസസ് ഒന്നും വരില്ല. പക്ഷെ I is equal to dq by dt വരാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെയാ വരുന്നത്, ഞാൻ പറഞ്ഞുതരാം. നോക്കിയടാ, I is equal to ഞാനിപ്പോ പറഞ്ഞെന്താ dq by dt ആണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസിൽ ഒരു സ്പെസിഫിക് ടൈം ഒക്കെ തന്നിട്ട് നിങ്ങളെടുത്ത് ചിലപ്പം കറണ്ട് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് ക്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, നിങ്ങൾക്ക് കറണ്ടും തന്നിട്ടുണ്ട് ടൈമും തന്നിട്ടുണ്ട്, ക്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? അപ്പൊ ഡി ക്യൂ എന്ത് വന്നു, ഐ ഡി ടി എന്ന് വന്നു അല്ലെ. ഡി ക്യൂ ഐ ഡി ടി എന്ന് വന്നു. നമുക്കറിയാം ഇത് ഡെൽറ്റയാണ്. ഡെൽറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ അല്ലെ ഇങ്ങനെ കിട്ടും. അപ്പൊ
ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇതിലുള്ള ക്യൂ ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. IDT നമ്മൾ ഇന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതായത് മെയിൻ ആയിട്ട് ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തതാണ് ഈ ഇക്വേഷൻ. ഡിറൈവ് എന്നല്ല, ജസ്റ്റ് ഒന്ന് മാറ്റി അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം നമ്മൾ ഇത് ക്യൂ ആണ് കേട്ടോ. ഇന്റഗ്രേഷൻ ഓഫ് DQ എന്ന് പറയുന്നത് Q ആണ്, ടോട്ടൽ ചാർജ് ഫ്ലോസ്. ഓൾ റൈറ്റ്, നെക്സ്റ്റ് സ്ലൈഡ് എടുക്കാം അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കറണ്ട്. കറണ്ട് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അത് നിങ്ങൾ +1 പഠിക്കുന്ന സംഭവമാണ്. ഇത് ഞാൻ ഇനി എന്നോട് എന്താ എങ്ങനെയെന്ന് ചോദിക്കരുത്. കാരണം നിങ്ങൾ +1 നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലെ യൂണിറ്റ്സ് ഡയമെൻഷൻസിൽ പഠിക്കുന്നുണ്ട്. ക്വാണ്ടിറ്റീസ് എല്ലാം, എല്ലാ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും എല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ പഠിക്കുന്നതാണ് കറണ്ട്. അതായത് MLT അല്ലെ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് ആണ്. നിങ്ങൾ 4th ആണെന്ന് തോന്നുന്നു കറണ്ട് വരുന്നത്. നിങ്ങൾ +1 ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നതാണ്. കറണ്ട് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണെന്നുള്ളത്. ആൻഡ് അതിന്റെ യൂണിറ്റ് നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. ആക്ച്വലി അതും നിങ്ങൾ +1 പഠിക്കുന്നുണ്ട്. ആംപിയർ ആണെന്നുള്ളത്. ഓക്കെ, ആംപിയർ എന്നുള്ളത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ചില പിള്ളേരൊക്കെ ഇത് യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇത് ഒരിക്കലും നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതി തുടങ്ങാറില്ല. കാരണം ഇപ്പൊ നമുക്കറിയാം, ന്യൂട്ടനെ നമുക്കറിയാം അല്ലെ. ന്യൂട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മള് ഫോഴ്സിന്റെ യൂണിറ്റിന്റെ ന്യൂട്ടൺ ഇല്ലേ, അത് ഈ ന്യൂട്ടനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും യൂണിറ്റ് എഴുതുമ്പം ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങരുത്. നമ്മൾ എപ്പോഴും ഇങ്ങനെയായിരിക്കണം യൂണിറ്റ് എഴുതേണ്ടത്. ഓക്കെ, നമ്മളിങ്ങനെ എഴുതുമ്പം ഫുൾ ആയിട്ട് എഴുതുമ്പോൾ സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ നിങ്ങൾ അറിയാണ്ട് പോലും നമ്മൾ ഇങ്ങനെ എഴുതരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ സയന്റിസ്റ്റുമാരുടെ പേരുകൾ ഒരിക്കലും നിങ്ങൾക്ക് മാറിപ്പോരുത്. ഓക്കെ, അതായത് ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കരുത് യൂണിറ്റിന് വേണ്ടിയിട്ട്. ശരി, കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പം എന്താ പറയാ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ +1 മോഷനിന്റെ പ്ലെയിൻ അല്ലെങ്കിൽ വെക്ടർ എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റി എന്താണ്, സ്കെയിലർ ക്വാണ്ടിറ്റി എന്താണ്, നിങ്ങൾക്ക് ഒരു പൊതു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് വന്നിരിക്കണം. പക്ഷെ നിങ്ങൾ +1 മോഷനിന്റെ പ്ലെയിന് നന്നായിട്ട് പഠിച്ച ആൾക്കാരാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ? കാരണം ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളടുത്ത് അങ്ങോട്ട് ചോദിക്കാം. കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, കറണ്ടിന്റെ ഡിറക്ഷനും ഉണ്ട് അല്ലെ. എനിക്കൊന്നും ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഉണ്ടെങ്കിൽ അത് വെക്ടർ ക്വാണ്ടിറ്റിയും, അതില്ലെങ്കിൽ അത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ കറണ്ടിന്റെ കേസിൽ അത് അപ്ലിക്കബിൾ ആവുന്നില്ല. അതായത് കറണ്ടില് മാഗ്നിറ്റ്യൂഡ്, ഡിറക്ഷൻ ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതായത് ഫ്ലോ എങ്ങോട്ടാണോ പോസിറ്റീവ് ചാർജിന്റെ അതേ ഡിറക്ഷനിലാണ് കറണ്ടിന്റെ എന്നുള്ളതും, നെഗറ്റീവ് ചാർജസ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് കറണ്ട് പോവുക. ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ കറണ്ട് ഇങ്ങോട്ട്, പ്രോട്ടോൺസ് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ കറണ്ടും അങ്ങോട്ടേക്ക് തന്നെ, രണ്ടും സെയിം ഡിറക്ഷനിൽ അല്ലെ. റൈറ്റ്, അപ്പൊ കറണ്ട് എങ്ങനെയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി നോക്കാം. ഇവിടെ ഞാനൊരു റേസറിലാണല്ലേ. ഓക്കെ, ഇവിടെ ഞാനൊരു 3 ആംപിയർ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ആംപിയർ വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടൊരു, നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് മേലേക്ക് ഒരു 4 ആംപിയറും വരയ്ക്കുന്നുണ്ട്. ഒന്നുമില്ല, ഈ സൈഡിലേക്ക് 3 ആംപിയറും ഈ സൈഡിലേക്ക് 4 ആംപിയറും. അങ്ങനെയാണെങ്കിൽ ഈ ജംഗ്ഷനിൽ ഞാനിത് കോമൺ ആയിട്ടൊന്ന് വരയ്ക്കുകയാണ്. അപ്പം നമ്മളുടെ കറണ്ടിന്റെ ലോ പ്രകാരം ഇവിടെ ശരിക്കും വരേണ്ടത് 7 ആംപിയർ ആണ്. 7 ആംപിയർ ആണ്. അപ്പൊ ഇതൊരു കറണ്ടിന്റെ റൂൾ ആണ്. ഓക്കെ, 3 ആംപിയർ ഇങ്ങനെയും 4 ആംപിയർ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പോയിന്റിൽ, ഇത് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയും. അങ്ങനെ പോയിന്റിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനൊരു കോമൺ പോയിന്റ് ആണല്ലേ പിന്നെ വരുന്നത്. അപ്പൊ ഈ 3ഉം 4ഉം കൂടെ ആഡ് ചെയ്തിട്ട് 7 ആണ് വരേണ്ടത്. 7 ആംപിയർ ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ശരി, ഇതെല്ലാം നമുക്ക് വെക്ടറിലേക്ക് ഇടാം. കാരണം നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കറണ്ട് എങ്ങനെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി, ഈവൻ ദോ ഇറ്റ് ഹാസ് ഗോട്ട് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. ഞാൻ ഈ ജസ്റ്റ് ഈ 3 ആംപിയർ അല്ലേ, ഈ വെക്ടറിനെ ഒന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യട്ടെ. ഒന്നുമില്ല, ഒന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ 3 ആംപിയർ ഇവിടെ ഉള്ളത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് വരച്ചു. അപ്പൊ അത് 3 ആംപിയർ തന്നെയാണേ, വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോ മേലേക്കല്ലേ പോയിട്ടുള്ളത്, ഞാൻ മേലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് എന്തിനാന്ന് വെച്ചാല് അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, ഇതെന്തിനാ എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് ചോദിക്കല്ലേ. ശരി, ഒന്നുമില്ല, ഈ സാധനം എടുത്ത് ഞാൻ ഇങ്ങോട്ട് വെച്ചു, ഇതെടുത്ത് ഞാൻ ഇങ്ങോട്ട് വെച്ചു. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 2 വെക്ടേഴ്സ് അല്ലേ. ഇങ്ങനെ ഒരു വെക്ടർ, ഇങ്ങനെ ഒരു വെക്ടർ ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അതിന്റെ റിസൾട്ടന്റ് ഇതല്ലേ. ഇത് 3ഉം ഇത് 4ഉം ആണ്. നമ്മൾക്ക് റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? √3² + 4² ആണ് വരിക അല്ലെ. അപ്പൊ അതെന്തായി? √25 ആയി.
അതായത് 5. അപ്പൊ റിസൾട്ടന്റ് വരുന്നത് 5 ആണ്. 4, 3 എന്നുള്ള ഈ രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് വരുന്നത്, അതായത് ശരിക്കും ഈ വാല്യൂ വരുന്നത് 5 ആംപിയർ ആണ്. പക്ഷെ ഇവിടെ നിങ്ങളുടെ കറണ്ടിന്റെ റൂൾ പ്രകാരം 3ഉം 4ഉം ഒരു ജംഗ്ഷൻ ഒന്ന് മീറ്റ് ചെയ്ത് പിന്നെ ഒരു കോമൺ പോയിന്റ് ആണെങ്കിൽ അവിടെ 7 ആംപിയർ വരുവും വേണം. അത് റൂളാണ്. 3 + 4 7 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അത് വെക്ടർ അഡീഷൻ ലോ എന്ന് നമുക്ക് പറയാം. വെക്ടർ അഡീഷൻ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ്. അതേസമയം ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് 7 ആണ് കിട്ടുന്നതെങ്കിൽ ഓക്കെ, അത് വെക്ടർ അഡീഷൻ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നും കാരണം ഒരു വെക്ടർ ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് അതിന് സാധിക്കാത്ത എന്താന്ന് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയത്. ഇവൻ ദോ ഇറ്റ് ഹാസ് ഗോട്ട് സ്കെയിൽ. അപ്പൊ ചിലപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണ്, അപ്പൊ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡിറക്ഷനും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയെന്ന് ചോദിച്ചാൽ സിംപ്ലി അത് എന്താണ്, വെക്ടർ അഡീഷൻ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് വരച്ചും കൊടുക്കാം. കിട്ടി? ശരി. Find the number of electrons flowing in 1 second in 1 ampere of current. Number of electrons ആണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കറണ്ടിന്റെ ഇക്വേഷൻ എന്താടാ? I is equal to Q/T അല്ലെ? dQ/dt ചേഞ്ചിൽ വരുമ്പോഴാണ്, ആവറേജിലൊക്കെ വരുമ്പോഴാണ് നോർമൽ നമ്മൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ് ഈ സാധനം. I is equal to Q/T. അണ്ടർസ്റ്റുഡ് അല്ലേ? ക്യൂവിന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി എന്നാണ് നമ്മൾ ആ ടോപ്പിക്കിനെ പറഞ്ഞത്. ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി, സോറി, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് അല്ലെ? ക്വാണ്ടൈസേഷൻ ഇവിടെ നമ്മൾ ക്യൂ അല്ല, അപ്പൊ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ് വരുന്നത്. ക്വാണ്ടൈസേഷൻ ഓഫ് എനർജിയും ഉണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് Q is equal to NE ആണ് വരേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ NE by T. ഓക്കെ, NE by T ഇതല്ല നിങ്ങളുടെ ഇക്വേഷൻ. Q is equal to NE ആണ്. അപ്പൊ NE by T. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചോദിച്ചത്. ഈ N എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ചെയ്യാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ നിങ്ങൾ. ഈന്റെ വാല്യൂ എത്രയാണ്? അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിപ്പിക്കുമ്പം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ചെറുപ്പത്തിലെ പഠിക്കുന്നതാണ്, അത് വേറെ കാര്യം. ഓക്കെ, നോക്കാം. N ആണ് നമുക്ക് ഇവിടെ വേണ്ട. അപ്പൊ I is equal to NE by T യില് നമ്മൾ N പുറത്തേക്ക് എടുത്താൽ എന്ത് വന്നു? I into T by E എന്ന് വന്നു. അതില് I എന്താണ്? 1 ആംപിയർ ഓഫ് കറണ്ട്. 1 ആംപിയർ ഓഫ് കറണ്ട് ആണ് അല്ലെ? 1 ആംപിയർ ഓഫ് കറണ്ടും അതുപോലെ തന്നെ 1 സെക്കൻഡുമാണ്. നിങ്ങൾ കാണുന്നില്ലേ? 1 സെക്കൻഡുമാണ്, 1 ആംപിയർ ഓഫ് കറണ്ടുമാണ്. അപ്പൊ നമുക്ക് 1 into 1 എന്ന് കൊടുത്താല് ബൈ ഈന്റെ വാല്യൂ എത്രയാണ്? 1.6 into 10 raised to -19. ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിനകത്ത് ഏകദേശം വരുന്നത് 6.25 into 10 raised to 18. 18 ആണേ. 18 ആട്ടോ. ഓക്കെ, ഏകദേശം ഇത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ആൻഡ് ഇത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. യൂഷ്വലി നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ചെയ്താലും ആ ഒരു ആൻസർ, ആ ഒരു സൊല്യൂഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന്റെ യൂണിറ്റ് മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ N എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. എടാ, N ഒരു നമ്പർ അല്ലേ? 1, 2, 3, 4 യൂണിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ N ഒരു യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നേക്കാം, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഓക്കെ, കറന്റ് ഡ്യൂ ടു ട്രാൻസ്ലേഷണൽ മോഷൻ. ഓക്കെ, നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എന്താ? ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ഇക്വേഷൻ എന്താ? I is equal to NQ by T എന്ന്. പക്ഷെ നിങ്ങളെടുത്ത് ഇപ്പൊ പറയുന്നത്, അതായത് ചിലപ്പോ ക്വസ്റ്റ്യനിൽ ഏരിയ ഒക്കെ തന്നേക്കാം. ഒരു ഏരിയ അങ്ങനെയാണെങ്കിൽ ഇഫ് n പാർട്ടിക്കിൾസ് ഫ്ലോസ് ത്രൂ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ് ആണെങ്കിൽ ഒന്നുമില്ല, നിങ്ങളുടെ ഈ ഇക്വേഷന്റെ അകത്ത് ഏരിയ യൂണിറ്റ് ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ത്രൂ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ് നമ്മൾ 1/t എന്നുള്ള ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ എന്തായി? I is equal to NQA. എന്തായാലും ആ ഇക്വേഷൻ എങ്ങനെ മാറി? NQA. ഒന്നുമില്ല, ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നിങ്ങൾ ബൈ T. മുമ്പുള്ള ഇക്വേഷൻ N is equal to NQ by T ആണ്. അവർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ് ആണ് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തരുന്നെങ്കിൽ ഒന്നുമില്ല, ആ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ കറണ്ട് ഇൻ ദാറ്റ് ഏരിയ കിട്ടും. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ത്രൂ യൂണിറ്റ് വോളിയം പെർ ആണെങ്കിലോ? അപ്പോഴും ഇങ്ങനെ തന്നെ. അപ്പൊ എന്താണ് നിങ്ങളുടെ നോർമൽ ഇക്വേഷൻ? I is equal to NQ by T ആണ്. NQ വോളിയം കൊടുക്കുക, വോളിയം ബൈ T.
വോളിയത്തിന് VOL എന്ന് ഞാൻ ഇട്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വെലോസിറ്റി തന്നാലോ എന്നുള്ളൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റും, ഞാൻ കാണിച്ചുതരാം, ഡോണ്ട് വറി. അപ്പൊ I is equal to NQ വോളിയം ആണ് കേട്ടോ. അത് VOL എന്ന് ഞാൻ വോളിയത്തിന് എഴുതിയതാണ് ബൈ T അല്ലെ. ഇത് നിങ്ങൾക്ക് വോളിയം തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ത്രൂ യൂണിറ്റ് വോളിയം ആണ്, പക്ഷെ അവിടുത്തെ ടോട്ടൽ കറന്റ് ഇൻ ദാറ്റ് വോളിയം നിങ്ങൾക്ക് കിട്ടും ഈ ഇക്വേഷൻ വന്നു. ഒന്നുമില്ല, NQ/T കൂടെ വോളിയം മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഏരിയ ആണെങ്കിൽ NQ/T കൂടെ ഏരിയ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു ഇൻറ്റു ഏരിയ. ഈ വോളിയത്തിന് നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. നിങ്ങളുടെ മാത്സ് ആണ്. ഓക്കെ, വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? NQ വോളിയത്തിനെ വീണ്ടും വേണ്ട, പിന്നെ ഏരിയ ഇൻറ്റു ലെങ്ത് ബൈ T എന്നായി അല്ലെ. നിങ്ങൾക്ക് ഇതിന്റെ വെലോസിറ്റി എടുക്കാൻ പറ്റുമോ? വെലോസിറ്റി നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എടുക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. ഇതൊരു വെലോസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ, വെലോസിറ്റി ആക്കം വിധമുള്ള ഇക്വേഷൻ. സിമ്പിൾ ആണെടാ, നിങ്ങൾ +1 പഠിക്കുന്നതാണ്. ലെങ്ത് അല്ലെ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണിത്, അത് വെലോസിറ്റി അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആ ഇക്വേഷനെ പിന്നെയും മാറ്റാം. ഇക്വേഷനെ മാറ്റി നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? അപ്പൊ ഈ ഇക്വേഷൻ എന്തായി? അതായത് വേർ V is a വോളിയം, ബട്ട് ഹിയർ നമുക്ക് വെലോസിറ്റി ആണെങ്കിൽ ന്റെ ഇക്വേഷൻ എന്തായടാ? NQ A ഇൻറ്റു L/T ആണ്. L/T നെ വെലോസിറ്റി ആക്കിയാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നായി അല്ലെ. ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നായി. NQ ഏരിയ ഇൻറ്റു ആണ് കേട്ടോ. NQ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നായി നിങ്ങളുടെ എന്തിന്റെ ഇക്വേഷൻ? കറണ്ടിന്റെ ഇക്വേഷൻ. ഓക്കെ അല്ലടാ? ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ ഉണ്ട്, കറന്റ് ഡ്യൂ ടു റൊട്ടേറ്ററി മോഷൻ എന്താണെന്നുള്ളത് നോക്കാം. റൊട്ടേഷന്റെ കേസിൽ നമുക്ക് V അല്ല, അവിടെ നമുക്ക് എന്താണ്? ഒമേഗ ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഒന്ന് മായ്ക്കാം. കറന്റ് ഡ്യൂ ടു റൊട്ടേറ്ററി മോഷൻ. സി കറന്റ് ഇതിന്റെ കേസിൽ റൊട്ടേറ്ററി മോഷനിൽ, ഇത് നിങ്ങൾ +1 പഠിക്കുന്നതാണ് റൊട്ടേഷൻ എന്നുള്ള ഒരു വലിയ ചാപ്റ്റർ അല്ലെ. കുറെ പേർക്കൊക്കെ പാടൊക്കെ ആയിരിക്കും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒമേഗ എന്നുള്ള ടേം ആണ്. നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, V is equal to R ഒമേഗ എന്നുള്ളത്. V is equal to R ഒമേഗ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ടൈം പീരീഡ് ഇക്വേഷൻ എന്താ? 2π/ω. ഓക്കെ, ഇതൊക്കെ നമ്മൾ +1 പഠിക്കുന്നതാണ്. ടൈം പീരീഡ് എന്താണ്? 2π/ω. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ കറണ്ടിന്റെ ഇക്വേഷൻ എന്താ? നമുക്ക് കറന്റ് ഡ്യൂ ടു റൊട്ടേറ്ററി മോഷൻ ആണ് വേണ്ടത്. അപ്പം Q/T എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഈ Tക്ക് പകരം നമുക്ക് ഈ T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം ഇതാണ് റൊട്ടേഷൻ മോഷനിലെ T. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നോക്കിയടാ? Q/T എന്ന് പറയുന്നത് 2π/ω ആണ് അല്ലെ. അപ്പൊ ഈ ഒമേഗ മേലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇക്വേഷൻ എന്തായി? Qω/2π. ഇതാണ് നിങ്ങളുടെ കറന്റ് ഡ്യൂ ടു റൊട്ടേറ്ററി മോഷൻ. കറന്റ് ഡ്യൂ ടു റൊട്ടേറ്ററി മോഷൻ ഇക്വേഷൻ എന്താണ്? Qω/2π. ഒന്നുമില്ല, നിങ്ങളിപ്പോ ഇവിടെ എന്താ ചെയ്ത വെച്ചാൽ കറണ്ടിന്റെ ഇക്വേഷൻ പറയുന്നത് Q/T ആണ്. പക്ഷെ നമ്മൾ റൊട്ടേഷൻ മോഷനിലെ ടൈമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2π/ω ആണ്. 2π/ω. അപ്പൊ നിങ്ങൾ ആ 2π/ω ഈ Tയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും, Qω/2π. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് എടുക്കാം നമുക്ക്. കറന്റ് കാരിയേഴ്സ്, ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേം ആയിട്ട് കൊടുത്തതാണ്. കറന്റ് കാരിയേഴ്സ് എന്താണെന്നുള്ളത്. സി ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ നിങ്ങളുടെ നമ്മൾ ഓരോന്നും വെച്ച് പറയുന്നുണ്ട് കേട്ടോ. അതായത് കണ്ടക്ടറിൽ എന്താണ് കറന്റ് കാരിയർ, ഇൻസുലേറ്ററിൽ എന്താണ് കറന്റ് കാരിയർ, സെമി കണ്ടക്ടേഴ്സിൽ എന്താണ് കറന്റ് കാരിയേഴ്സ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറന്റ് കാരിയർ എന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കാം. ഇതിനകത്ത് കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും ചിലപ്പം. പക്ഷെ ചില പാർട്ടിക്കിൾസ് അവരെ ആയിരിക്കും എന്ത്, ഈ ചാർജ് ക്യാരി ചെയ്യുന്ന ആൾക്കാർ. ചുമ്മാ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പൊ E എന്ന് പറയുന്നത് ചാർജ് ആണെങ്കിൽ
ഈ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഇല്ലേ, അവരാണ് ശരിക്കും ഈ ചാർജ് ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഇല്ലേ, അവരാണെന്ത് കറന്റ് കാരിയേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഓരോ മെറ്റീരിയലിനും അല്ലെങ്കിൽ ഓരോ സബ്സ്റ്റൻസിനും കറന്റ് കാരിയേഴ്സ് ഉണ്ടാവും. അതിൽ കറന്റ് ഉണ്ടെങ്കിൽ അതിൽ കറന്റ് കാരിയേഴ്സ് ഉണ്ടാവും. ആൻഡ് അത് സ്പെസിഫിക് ആയിരിക്കും, ഓരോന്നിനും ഓരോന്നായിരിക്കും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തിൽ പറയുന്നുണ്ട്. സോ നമ്മൾ ഇതിന്റെ ഡെഫിനേഷൻ നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ടിക്കിൾ ദാറ്റ്സ് ഫ്രീ ടു മൂവ് ക്യാരിയിങ് എൻ ഇലക്ട്രിക് ചാർജ്. അവർ ഇലക്ട്രിക് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ടാവും, അവർ ഫ്രീ ആയിരിക്കും മൂവ് ചെയ്യാൻ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ എന്തെങ്കിലും ബോണ്ടിങ്ങിൽ ഏർപ്പെടുവോ അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിലോ ഒരു ഫോഴ്സിൽ ഉണ്ടാവുകയോ ഫോഴ്സ് ഓഫ് റിപ്പൾഷനോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തെങ്കിലും നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഫ്രീ അല്ല. അവരൊരിക്കലും ഫ്രീ അല്ല, അവരെപ്പോഴും ഇങ്ങനെ അടുത്ത് നിൽക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ബോണ്ടഡ് ആയി കിടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ പാർട്ടിക്കിൾസ് ദാറ്റ്സ് ഫ്രീ ടു മൂവ്. ഇൻ കേസ് നിങ്ങളടുത്ത് കറന്റ് കാരിയേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഡെഫിനേഷൻ പറഞ്ഞു കൊടുത്താൽ മതി. ഇറ്റ്സ് എ പാർട്ടിക്കിൾ ദാറ്റ്സ് ഫ്രീ ടു മൂവ് ക്യാരിയിങ് എൻ ഇലക്ട്രിക് ചാർജ്. അവരെപ്പോഴും ഇലക്ട്രിക് ചാർജ് ക്യാരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കറന്റ് കാരിയേഴ്സ് ഇൻ ഇൻസുലേറ്റർ, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ഓരോന്നും ഇനി ഡിസ്കസ് ചെയ്യാണ്, ഇൻസുലേറ്ററിലും കണ്ടക്ടറിലും കറന്റ് കാരിയേഴ്സ് ഉണ്ടോ എന്നൊക്കെ. അപ്പൊ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് എന്താടാ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എടുക്കുമ്പോൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെറുപ്പത്തിലേ നിങ്ങൾ എനിക്ക് തോന്നുന്നു 10th സ്റ്റാൻഡേർഡോ അതിന്റെ മുന്നേ എന്തായിരിക്കും പഠിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇൻസുലേറ്റർ എന്നുള്ളത്. ഇൻസുലേറ്റർ കണ്ടക്ട് ചെയ്യില്ല എന്ന് നമുക്കറിയാം, അതായത് കറണ്ട് കണ്ടക്ട് ചെയ്യാത്ത ആൾക്കാരാണ് ഇൻസുലേറ്റർ. പക്ഷെ അതിന്റെ കാരണം എന്താന്ന് നിങ്ങൾക്കറിയോ? അതാ, ഇൻസുലേറ്റേഴ്സ് നെവർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതിന്റെ സ്മോൾ സൈസ് ആണ്. ഓക്കെ, സ്മോൾ സൈസ് ആയ കാരണം ഇപ്പൊ ഇതിന്റെ ന്യൂക്ലിയസ് ഇതാണെന്ന് വിചാരിക്കുക. ഈ ന്യൂക്ലിയസിൽ എന്താ ഉള്ളത് നമുക്കറിയാം, പോസിറ്റീവ് ചാർജസ് ആണ് ഉള്ളത് ആൻഡ് ബാലൻസ് ഇലക്ട്രോൺസ് ഇവിടെയാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സൈസ് പക്ഷെ ഭയങ്കര ചെറുതാണ്. ഇവരുടെ സൈസ് ഇവിടെ നെഗറ്റീവ് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇതിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സൈസ് വളരെ ചെറുതാണ്. ഈ ആറ്റം എന്ന് പറയുന്നതിന്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അല്ലേ. സോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ ഇത്ര അടുത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇതാ നെഗറ്റീവ് ചാർജ് ഇവിടെ. അപ്പൊ ഇവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും, കാരണം ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് ഭയങ്കര കുറവാണ്. ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ. പക്ഷെ നിങ്ങൾ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെയും ഇവിടെയാണ് ഒരു നെഗറ്റീവ് ചാർജ് വരുന്നെങ്കിൽ ഇവർ തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ആർക്കായിരിക്കും ഫോഴ്സ് കുറവ്? ഇവർക്ക് ഫോഴ്സ് കുറവായിരിക്കും, കാരണം ഇവർ ഓൾറെഡി നല്ല ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഇൻസുലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്മോൾ ആറ്റം ആയിരിക്കും എന്നുള്ളതും. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജസും ബാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ ആറ്റത്തിലുള്ള, അവർ തമ്മിൽ ഭയങ്കര അവർ ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസും നെഗറ്റീവ്ലി ചാർജ് ബാലൻസ് ഇലക്ട്രോൺസും അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് എന്തില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ അവർ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിട്ട് നിൽക്കുകയാണ് ഈ ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജസുമായിട്ട്. അപ്പൊ അവിടെ എന്തില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഞാൻ മുന്നേ പറഞ്ഞൊരു കാര്യമാണ്, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ അവിടെ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇൻസുലേറ്റേഴ്സ്? ഇപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കും, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് കണ്ടക്ട് ചെയ്യാത്തത്, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ റീസൺ ഇതാണ്. So no free electrons present. അങ്ങനെയാണെങ്കിൽ no current carrier in insulators. ഇൻസുലേറ്റേഴ്സിൽ കറന്റ് കാരിയേഴ്സ് ഇല്ല, അപ്പൊ അവിടെ ഇൻസുലേറ്റർ എന്ത് ചെയ്യില്ല, കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് കണ്ടക്ടേഴ്സിലെ കാര്യമാണ് പറയുന്നത്. കറന്റ് കാരിയേഴ്സ് ഇൻ കണ്ടക്ടേഴ്സ് എന്താ നോക്കാം. They conduct electricity at all temperatures. ഏത് ടെമ്പറേച്ചേഴ്സും ആയിക്കോട്ടെ അവർ കണ്ടക്ട് ചെയ്യും എന്നുള്ളത്. ഈവൻ അറ്റ് റൂം ടെമ്പറേച്ചേഴ്സ് കണ്ടക്ടേഴ്സ് കറണ്ട് കണ്ടക്ട് ചെയ്യും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കണ്ടക്ടേഴ്സിന്റെ ഒരു ഗുണം. അവരത് ആറ്റം എന്ന് പറയുന്നത് വളരെ ലാർജ് സൈസ്ഡ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസും നെഗറ്റീവ്ലി ചാർജ് ബാലൻസ് ഇലക്ട്രോൺസും വളരെ കുറവാണ്. അതായത് ഇൻസുലേറ്ററിൽ നമ്മൾ എന്താണോ പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടക്ടറിൽ വരുന്നത്. അവരുടെ ആറ്റം വളരെ വലുതായതുകൊണ്ട് തന്നെ ഇൻസുലേറ്ററിന് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക, കെമിസ്ട്രി ആണ്. ആൻഡ് നെഗറ്റീവ്ലി ചാർജ് ബാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ആ അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കര കുറവായിരിക്കും. അതായത് വേണമെങ്കിൽ ഇലക്ട്രോൺസിന് എങ്ങോട്ടെങ്കിലൊക്കെ പോവാം, കുഴപ്പമില്ല. ആർക്ക്? ന്യൂക്ലിയസിന് കുഴപ്പമില്ല, പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസിന് കുഴപ്പമില്ല, പോട്ടെ. എന്നിരുന്നാലും അവർ ഒരു ഓപ്പോസിറ്റ്ലി ചാർജ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഫോഴ്സ് പ്രസന്റ് ആണ്, പക്ഷെ അത് വളരെ മൈന്യൂട്ട് ആണെന്നാണ് പറയുന്നത്, കാരണം അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത്രയും കൂടുതലായതുകൊണ്ട്. അപ്പൊ വേണമെങ്കിൽ എന്താണ് ഇലക്ട്രോൺസിന്
ഒരു വേറൊരു എന്താ പറയാ ഒരു സെക്കൻഡ് ഓപ്ഷൻ, ഇപ്പൊ മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് പോവാം, ന്യൂക്ലിയസിന് കുഴപ്പമില്ല എന്നുള്ളതാണ്. ഓക്കെ, പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിയസിന് അതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ വാലൻസ് ഇലക്ട്രോൺസ് ഈസിലി ബിക്കം ഫ്രീ ഇലക്ട്രോൺസ് ആവുകയും കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പൊ ഇവിടുത്തെ വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ എന്താവുന്നത്, ഫ്രീ ഇലക്ട്രോൺസ് ആവുന്നത്. കാരണം ന്യൂക്ലിയസിന് നിർബന്ധമില്ല ന്യൂക്ലിയസിനോട് അടുത്ത് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ന്യൂക്ലിയസിനോട് ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ ന്യൂക്ലിയസിനോട് അട്രാക്റ്റീവ് ഫോഴ്സ് തന്നെ നിൽക്കണം എന്ന് പോസിറ്റീവ്ലി ചാർജ് ആയ ന്യൂക്ലിയസിന് നിർബന്ധമില്ലാത്തതിനാൽ എന്താണ് നമ്മളെ വാലൻസ് ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് പോകും. സോ കറന്റ് കാരിയേഴ്സ് ഇൻ കണ്ടക്ടേഴ്സ് എന്താണ്, ഫ്രീ ഇലക്ട്രോൺസ്. നിങ്ങൾ ഈ പോയിന്റ് നന്നായിട്ട് ഓർത്ത് വെക്കുക. കറന്റ് കാരിയേഴ്സ് ഇൻ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണല്ലോ. അപ്പം കറന്റ് കാരിയേഴ്സ് ഇൻ ഇൻസുലേറ്റേഴ്സോ, ദർ ഇസ് നോ കറന്റ് കാരിയേഴ്സ് ഇൻ ഇൻസുലേറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ കറന്റ് കാരിയേഴ്സ് ഇൻ കണ്ടക്ടേഴ്സ് എന്താണ്, വാലൻസ് ഇലക്ട്രോൺസ് ആണ്. വാലൻസ് ഇലക്ട്രോൺസ് ആക്ടിങ് ആസ് ഫ്രീ ഇലക്ട്രോൺസ്. അതിന്റെ റീസൺ നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയി. അപ്പം ഇത്രയും നാളെ നിങ്ങൾ വെറും ഇൻസുലേറ്ററിന്റെ ഞാൻ പറഞ്ഞ പോലെ ഇൻസുലേറ്റർ കണ്ടക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ കണ്ടക്ടർ കണ്ടക്ട് ചെയ്യും കറണ്ട് എന്നുള്ളത് മാത്രമല്ല, അതിന്റെ റീസൺ മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം നമുക്ക്. കറന്റ് കാരിയേഴ്സ് ഇൻ സെമി കണ്ടക്ടർ. കറന്റ് കാരിയേഴ്സ് ഇൻ സെമി കണ്ടക്ടർ ആണ് അല്ലെ. സെമി കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റൻസസ് ആക്ട് as insulator at lower temperature. എന്താണ് ഈ സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ, ഇവര് ലോവർ ടെമ്പറേച്ചറിൽ ഇൻസുലേറ്റർ ആയിട്ടാണ്, കണ്ടക്ട് ചെയ്യില്ല കറണ്ട്. പക്ഷെ ഹയർ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ഇവര് കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ഈ സെമി കണ്ടക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സെമി കണ്ടക്ടർ? ഓക്കെ, സെമി കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റൻസസ് ആക്ട് as insulator at lower temperature and acts as conductor when the temperature increases at room temperature. Even at room temperature അവർ കണ്ടക്ടർ ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുക കേട്ടോ, സെമി കണ്ടക്ടേഴ്സ്. അറ്റ് ലോവർ ടെമ്പറേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ വാലൻസ് ഇലക്ട്രോൺസ് ആർ എൻഗേജ്ഡ് ഇൻ കോവാലന്റ് ബോണ്ടിങ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഈ ലോവർ ടെമ്പറേച്ചർ ആയിരിക്കുമ്പോൾ ഈ ഇതിലെ പാർട്ടിക്കിൾസ് ഇല്ലേ, ഓൾ വാലൻസ് ഇലക്ട്രോൺസ് ഇവര് കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടും. കോവാലന്റ് ബോണ്ടിങ് ഇവരിൽ തമ്മിലുണ്ടാവും. അപ്പൊ എന്താണ്, അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു ബോണ്ടിങ് ആണെങ്കിൽ അപ്പൊ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. ആ വാലൻസ് ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ടിങ്ങിൽ എൻഗേജ്ഡ് ആവുകയാണ്. സോ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ അവർ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല അല്ലെ. ശരി, എന്തുകൊണ്ടാണെന്നറിയാം. അവിടെ ഈ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ഹാഫ് ഫിൽഡ് ആയിരിക്കും. കെമിസ്ട്രി ആണ്, ഹാഫ് ഫിൽഡ് ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഈ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഒക്ടറ്റ് ആവാനുള്ള ഒരു പരിശ്രമത്തിലായിരിക്കും. അപ്പൊ അവര് പക്ഷേ ഈ ബോണ്ടിങ് ചെയ്യുമ്പോൾ, കോവാലന്റ് ബോണ്ടിങ് നടത്തി അവര് ഒക്ടറ്റ് ആവാനുള്ള ഒരു, അല്ലെങ്കിൽ അവർക്ക് ഒക്ടറ്റ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, കോവാലന്റ് ബോണ്ടിങ് നടത്തും. ശരി, അതുകൊണ്ടാണ് ഇവിടെ എന്താണ്, സോ ദർ ഇസ് നോ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ആക്ട് as insulator. മനസ്സിലായില്ലേ? അപ്പൊ അവര് അവിടെ ഉള്ള ലോവർ ടെമ്പറേച്ചറിൽ സംബന്ധിച്ചിടത്തോളം അവിടെ ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിൾ അല്ല. കാരണം അവിടുത്തെ വാലൻസ് ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ടിങ്ങിൽ എൻഗേജ്ഡ് ആവും. ഓക്കെ, കോവാലന്റ് ബോണ്ടിങ് ഒക്കെ നിങ്ങളുടെ കെമിസ്ട്രി പോർഷൻ ആണ് കേട്ടോ. അത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ സെമി കണ്ടക്ടേഴ്സ് എല്ലാം ഹാഫ് ഫിൽഡ് ആയിരിക്കും. സോ അവർ ഒക്ടറ്റ് ആവാനുള്ള ഒരു പരിശ്രമത്തിൽ അവർ കോവാലന്റ് ബോണ്ടിങ് ചെയ്തിട്ട് ഒക്ടറ്റ് ആവാൻ നോക്കുന്നതാണ്. ശരി, ബട്ട് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് കോവാലന്റ് ബോണ്ട്. ശരി, ടെമ്പറേച്ചർ പക്ഷെ കൂടിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നമുക്കറിയാം അവർ കണ്ടക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. സെമി കണ്ടക്ടേഴ്സ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കണ്ടക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ ഹയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പം ഈ കോവാലന്റ് ബോണ്ടിങ് ഇല്ലേ അത് ബ്രേക്ക് ചെയ്യും. കോവാലന്റ് ബോണ്ടിങ് ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ. പക്ഷെ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് മാത്രമല്ല, അവിടെ ഹോൾസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് മാത്രമല്ല, അവിടെ ഹോൾസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഫ്രീ ഇലക്ട്രോൺസും ഈ ഹോൾസും കൂടെ എന്താണ് ആക്ട് ചെയ്യുന്നത്? and becomes conductor. Thus the current carriers in semiconductors are free electrons and holes. Okay, അപ്പൊ ഞാൻ ഒന്നും കൂടെ ചോദിക്കട്ടെ, current carriers in insulators എന്താണ്? There is no current carriers. Current carriers in conductor എന്താണ്? Valence electrons act as free electrons. അപ്പൊ valence electrons ആണ് current carriers. Current carriers in semiconductors എന്താണ്? ഫ്രീ ഇലക്ട്രോൺസും ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് മാത്രമല്ല, ഹോൾസും ഉണ്ട്. കാരണം ഈ കോവാലന്റ് ബോണ്ടിങ് ഹയർ ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോൾ ബ്രേക്ക് ആയിട്ട് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും, അവിടെ ഹോൾസും ഉണ്ടാവും. ഓക്കെ, റൈറ്റ്. കറന്റ് കാരിയേഴ്സ് ഇൻ ലിക്വിഡ്സ്. എടാ, ലിക്വിഡ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ ലിക്വിഡ്സും കണ്ടക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ലിക്വിഡ്സ് ആണെങ്കിൽ അവർക്കൊരു പ്രത്യേകതരം പേരുണ്ട്. നിങ്ങൾ കെമിസ്ട്രി ലാബിലും കെമിസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇലക്ട്രോലൈറ്റ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ് കേട്ടോ, ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഈ ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്നുമില്ല. ഇപ്പൊ ഏതെങ്കിലും ലിക്വിഡ് അവർ കറണ്ട് കണ്ടക്ട് ചെയ്യുകയാണെന്നിരിക്കട്ടെ, അവർ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർ ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കാം. സിംപ്ലി നമുക്ക് വി കൻ കോൾ ദം ആസ് ഇലക്ട്രോലൈറ്റ്സ്.
മോസ്റ്റ് ഓഫ് ദ ലിക്വിഡ്സ് ആർ കണ്ടക്ടേഴ്സ്. പക്ഷെ എന്ന് വിചാരിച്ച എല്ലാവരും കണ്ടക്ടേഴ്സ് അല്ല. അതായത് ഇപ്പൊ നമ്മൾ H2O എന്ന കേസ് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ തന്നെ H2O എന്നുള്ള കേസ് എടുക്കുകയാണെങ്കിൽ H2O പ്യുവർ ആണെങ്കിൽ ഇല്ലടാ, പ്യുവർ ആണെങ്കിൽ അവർ കണ്ടക്ട് ചെയ്യില്ല, അപ്പൊ അവർ ഇൻസുലേറ്റർ ആണ് കേട്ടോ. അതേസമയം ഇംപ്യൂർ H2O ഉണ്ട്, ഇംപ്യൂർ ആണെങ്കിൽ അവർ കണ്ടക്ട് ചെയ്യും. അതായത് ഇംപ്യൂർ H2O നെ സംബന്ധിച്ചിടത്തോളം അവിടെ H+ ഉണ്ടാവും, OH- ഉണ്ടാവും. അതുപോലെ വേറെ ചില ഇലക്ട്രോലൈറ്റ്സിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HCl എടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, H+ ഉണ്ടാവും, Cl- ഉണ്ടാവും. NaCl എടുക്കുകയാണെങ്കിൽ Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും. അങ്ങനെ ഇലക്ട്രോലൈറ്റ്സിൽ അങ്ങനെ, അതായത് അവിടെ പോസിറ്റീവും ഉണ്ടാവും നെഗറ്റീവ് അയോൺസ് കണ്ടെയ്ൻസ് ബോത്ത്. അതാണ് പോയിന്റ്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഉണ്ടാവും. ലിക്വിഡ്സ് ആണ് കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ലിക്വിഡ്സ് എന്ന കണ്ടക്ടേഴ്സ് ആണെങ്കിൽ, അവർ കണ്ടക്ടറാണ്, അവർ ലിക്വിഡ് ആണെങ്കിൽ അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവ് അയോൺസും കൂടിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അവരാണ് അവിടുത്തെ കറന്റ് ക്യാരിയേഴ്സ് അല്ലെ. അപ്പം when electric field is applied, ions move causing electric current. ഇതിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ആ അയോൺസ് മൂവ് ചെയ്യും. ചുമ്മാ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് എന്തല്ല, ചുമ്മാ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഉണ്ടെന്ന് വിചാരിച്ച് അവർ കണ്ടക്ട് ചെയ്യില്ല. ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺസ് അവരെ മൂവ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ലിക്വിഡ്സിലേക്ക് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ മൂവ് ചെയ്യും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ചുമ്മാ ഇലക്ട്രോൺസ് നിൽക്കുകയാണെങ്കിൽ എടാ ഇത് ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കാം. ഈ ഇലക്ട്രോൺസ് ചുമ്മാ നിൽക്കുമ്പോ, അല്ലെങ്കിൽ ഇത് ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കും, ഈ ഇലക്ട്രോൺസ് ചുമ്മാ നിൽക്കുമ്പോ അവരെ കണ്ടക്ട് ചെയ്യില്ല, അവര് മൂവ് ചെയ്യണം. അവര് മൂവ് ചെയ്യുമ്പോൾ മാത്രമേ എന്തുള്ളൂ, അവരെ നമുക്ക് അവിടെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ പോയി HCl എന്നുള്ളതിലേക്ക് നിങ്ങൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് വിടുകയാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യിക്കുകയാണെങ്കിൽ അവരെന്താവും അറിയടാ, H+ഉം Cl- ആവും. അപ്പൊ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് അയോൺസും ഉണ്ട്, ആൻഡ് ഇവര് മൂവ് ചെയ്യും. ഈ അയോൺസ് മൂവ് ചെയ്യും ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യും, അവരവിടെ കണ്ടക്ട് ചെയ്യും. പ്യുവർ വാട്ടർ ഇതാ ഒരു ഇൻസുലേറ്റർ ആണോ, ഞാൻ ആദ്യമേ പറഞ്ഞ പോയിന്റ് ആണ് അല്ലേ അത്. ശരി, അപ്പൊ ഇതാണ് കറന്റ് കാരിയേഴ്സ് ഇൻ ലിക്വിഡ്സ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ടോട്ടൽ ഇൻസുലേറ്ററിന്റെ പഠിച്ചു, കണ്ടക്ടറിന്റെ പഠിച്ചു, സെമി കണ്ടക്ടേഴ്സ് പഠിച്ചു, ഇപ്പൊ ലിക്വിഡും പഠിച്ചു. തെർമൽ സ്പീഡ് ഇതൊരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ആണ്. എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങളിപ്പോ നമുക്ക് ഡെഫിനിഷൻ തന്നെ വായിക്കാം അല്ലെ. When no electric field is applied on a solid conductor, the free electrons move randomly. ഒരു സോളിഡ് കണ്ടക്ടറിലോ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെന്ന് വിചാരിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെന്ന് വിചാരിക്കാം. ഞാനൊരു ഫിഗർ വരച്ചുതരാം. ചുമ്മാ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ അതില് ഇങ്ങനെ കുറെ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ താഴെയൊക്കെ ഉണ്ടാവും കേട്ടോ, അത് ഇങ്ങനെ നേരെ നിൽക്കണം എന്നൊന്നുമില്ല, റാൻഡം ആയിട്ടായിരിക്കും അവരുടെ ഒരു ഇത് വരുന്നത്. പക്ഷേ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് റാൻഡംലി. ദ റാൻഡം മോഷൻ ഇസ് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഇറ്റ്സ് സ്പീഡ് ഇസ് കോൾഡ്. അപ്പൊ ഇവിടെ ഒരു U1 ഇവിടെ ഒരു U2 പിന്നെയും മൂവ് ചെയ്യും. ഇവിടെ പോയിട്ട് കൊളൈഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇവിടെ ഒരു U3 പോയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ വെലോസിറ്റീസിൽ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ഇലക്ട്രോൺസ് റാൻഡം മോഷനിലായിരിക്കും. അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, തെർമൽ സ്പീഡ് ഉണ്ടോ. ആൻഡ് ദിസ് ഇസ് ബിക്കോസ് അവിടെ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നില്ല, നമ്മൾ ഒരു വേറെ ഒരു ഒന്നിന്റെയും പ്രസൻസ് നമ്മൾ അവിടെ കൊണ്ടുവരുന്നില്ല അല്ലെ. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്, അല്ലെങ്കിൽ അവിടെ ആ ഒരു മോഷൻ ഉണ്ടാവുന്നത്? നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തെർമൽ സ്പീഡ് ആണ്. When no electric field is applied on a solid conductor, the free electrons move randomly. The random motion is due to the temperature of conductor and its speed is called thermal speed. ശരി, നമ്മളിപ്പോ ഒരു കണ്ടക്ടറിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്യാത്ത ഒരു കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അവിടെ പക്ഷേ അപ്പോഴും അവിടെ ഇലക്ട്രോൺസ് ഇങ്ങനെ റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കടാ. അതിൽ പോസിറ്റീവ് ചാർജസും ഉണ്ടാവും, ഇലക്ട്രോൺസും ഉണ്ടാവും. ഇലക്ട്രോൺസിനെ ഞാൻ E എന്നും പോസിറ്റീവ് ചാർജസിനെ പ്ലസ് എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് റാൻഡം മോഷൻ ഉണ്ടാവും. ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം അല്ലെ, ഇങ്ങനെ നേരെ കേട്ടോ, സ്ട്രെയിറ്റ് മോഷൻസ് ആയിരിക്കും. ഇതാ ഇങ്ങനെ മോഷൻ ഉണ്ടായിക്കൊണ്ടേ നിൽക്കും ഈ ഇലക്ട്രോൺസിന്. അത് നിങ്ങൾ ഇനിയിപ്പോ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തില്ലെങ്കിലും ഈ ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഇതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ഇത് നിൽക്കുന്ന ഈ കണ്ടക്ടറുള്ള ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് സറൗണ്ടിങ് അഥവാ ടെമ്പറേച്ചർ ഓഫ് കണ്ടക്ടർ. ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് ആയിരിക്കും അന്നേരം ടെമ്പറേച്ചർ ഓഫ് കണ്ടക്ടർ എന്ന് പറഞ്ഞത്. അപ്പം ഈ ടെമ്പറേച്ചർ ഓഫ് കണ്ടക്ടർ കാരണമാണ് ഈ റാൻഡം മോഷൻ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്പീഡ്
ഇതിപ്പോ മൂവ് ചെയ്യുന്ന ഒരു സ്പീഡ് ഇല്ലടാ യു, ആ സ്പീഡിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നത്? ഇത് മൂവ് ചെയ്യുന്ന ഒരു സ്പീഡ് ഉണ്ടാവും, സേ യു, ജസ്റ്റ് യു എന്ന് വിളിക്കുക. അപ്പൊ ആ സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമൽ സ്പീഡ് എന്ന് പറയുന്നത്. Due to random motion, the free electrons collide with positive metal ions with high frequency and undergo a change in direction at each collision. So thermal velocities are randomly distributed in all possible directions. അതായത് ഇതിങ്ങനെ പോയി കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചിലപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും മൂവ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജിനെ പോയിട്ട് അത് ഇടിക്കും. ഇത് പോസിറ്റീവ് ചാർജസും ഇത് നെഗറ്റീവ് ചാർജസ് ആണെങ്കിൽ ഇവർ ഈ റാൻഡം മോഷൻ, പക്ഷേ റാൻഡം മോഷൻ സ്ട്രെയിറ്റ് ആണ് കേട്ടോ, പക്ഷെ അത് ആലോചിക്കണം, കേർവ്ഡ് പാത്ത് ഒന്നല്ല, റാൻഡം മോഷൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കും. ശരി, ഇതിങ്ങനെ പോയി ഇടിക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ കേട്ടോ, ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ വേറെയാണ് കേസ്, അതാണ് ഞാൻ സ്പെഷ്യലി എടുത്ത് പറഞ്ഞത്. ശരി, ഇതിപ്പോ ഇടിച്ച് ഇതൊരു പോസിറ്റീവ് മെറ്റൽ അയോൺ ആണ് ആ കണ്ടക്ടറിന്റെ അകത്ത് തന്നെ ഉള്ളത്. ശരി, അതിനപ്പം തന്നെ ഡയറക്ഷൻ മാറി. ഇതിപ്പോ ഇടിച്ച് കഴിഞ്ഞാൽ അപ്പൊ ചിലപ്പോൾ ഇങ്ങോട്ട് തിരിയും, ഇടിച്ചതിൽ ഇതിങ്ങോട്ട് തിരിഞ്ഞ് അടുത്തതിന് പോയി അവിടെ ചിലപ്പം വേറെ ഉണ്ടാവും, അതിന് പോയി ഇടിക്കും. അപ്പൊ ചിലപ്പം ഇങ്ങോട്ടേക്കായിരിക്കും തിരിയുക, അപ്പൊ ഇനി ഇങ്ങോട്ടേക്ക് പോകും, അത് കഴിഞ്ഞ് ഇവിടെ പോയിട്ട് ഇടിക്കും. അങ്ങനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണ്, പക്ഷെ അവിടെ റാൻഡം മോഷൻ നടത്തുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്യും? പോസിറ്റീവ് മെറ്റൽ അയോൺസിനെ പോയിട്ട് കണ്ടോ, പോസിറ്റീവ് മെറ്റൽ അയോൺസിനെ പോയിട്ട് കൊളൈഡ് ചെയ്യും. റൈറ്റ്, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസ് എന്താന്ന് വെച്ചാൽ ഈ ഒരു തെർമൽ സ്പീഡിനെ നെക്സ്റ്റ് PDF നോക്കാം, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. അപ്പൊ തെർമൽ സ്പീഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത സാഹചര്യത്തിലും അവിടെ എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസിന് റാൻഡം മോഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഓഫ് കണ്ടക്ടർ. അതുകൊണ്ടാണ് ആ റാൻഡം മോഷൻ സംഭവിക്കുന്നത്. ഓക്കെ, തെർമൽ സ്പീഡ് ബിഹേവിയർ ഓഫ് കണ്ടക്ടർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇയിലാണ് ഈ തെർമൽ സ്പീഡിന്റെ എഫക്ട് വരുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ വേറെ കേസസ് ഉണ്ട്. പക്ഷെ ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ, ഒരു കണ്ടക്ടറിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ അവിടെ എന്താണ്? തെർമൽ സ്പീഡാണ് ആക്ട് ചെയ്യുന്നത്. തെർമൽ സ്പീഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആവറേജ് വെലോസിറ്റി പക്ഷെ 0 ആണ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അതായത് ഇപ്പൊ ഈ റാൻഡം മോഷൻ, ഇപ്പൊ ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോയി, അവിടുന്ന് ഇപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അവിടുന്ന് കൊളൈഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് വന്നു അല്ലെ. ഇപ്പൊ ഈ ഒരു ഇലക്ട്രോൺ തന്നെ ഇത്രയും മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. ശരി, നമ്മൾ വേറെ ഇലക്ട്രോൺ നോക്കിക്കഴിഞ്ഞാല് ചിലപ്പോ അവിടെ ഇങ്ങോട്ടേക്കായിരിക്കും വരിക. ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനത്തെ കേസസ് എടുക്കാൻ പറ്റും. ഇതാ, അല്ലെങ്കിൽ വേണ്ട, ഇനി വേറെ എടുക്കേണ്ടതാ. ഈ പോസിറ്റീവ് ചാർജിൽ ഇവിടെ ഉള്ള ഇതിനെ തന്നെ പോയി കൊളൈഡ് ചെയ്തു എന്ന് വിചാരിക്കേ, എന്നിട്ട് ഇത് ഇങ്ങോട്ട് പോവാന്ന് വിചാരിക്കേ, അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കേ, എന്നിട്ട് അത് ഇങ്ങോട്ട് പോയി എന്ന് വിചാരിക്കേ. നിങ്ങളൊരു കാര്യം നോക്കിക്കേ, ഇതിപ്പോ ഇങ്ങോട്ടല്ലേ പോയത്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നില്ലേ? അത് കഴിഞ്ഞ് ഇത് ഇങ്ങോട്ട് പോയി, അത് കഴിഞ്ഞ് അത് ഇങ്ങോട്ട് പോയില്ലേ അല്ലെ? പക്ഷേ ഇത് ഇങ്ങോട്ട് പോയതിന് ഈ ഇലക്ട്രോണിന്റെ വക ഇത് ഇങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലെ? ഒന്നുമില്ല, നമ്മളൊരു ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, അപ്പൊ ഒരു ഇലക്ട്രോൺ തന്നെ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറൊരു ഇലക്ട്രോണിന് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇലക്ട്രോൺ ഇനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതേ ഇലക്ട്രോൺ തന്നെ ഇങ്ങോട്ട് പോകാനും സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇലക്ട്രോൺ ആണെങ്കിലും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകാൻ സാധ്യത ഉണ്ട്. അപ്പം ടോട്ടൽ യു എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? അതാണ് നിങ്ങളുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. റൈറ്റ്, ദ ഫ്രീ ഇലക്ട്രോൺസ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഒരു ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എടുക്കാം? നമുക്ക് എന്തെടുക്കാം? ആവറേജ് വെലോസിറ്റി 0. അതായത് ഇപ്പൊ തെർമൽ സ്പീഡ് നമ്മൾ യു എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വിചാരിക്കേ. അപ്പൊ യു ആവറേജ് എന്ന് പറയുന്നത് u1 പ്ലസ് u2 പ്ലസ് u3 അല്ലെ, അപ് ടു n, un ഡിവൈഡഡ് ബൈ n എന്നുള്ളത് 0 ആയിട്ട് എടുക്കാം. കാരണം ഇതിപ്പോ u1 ആണ് വിചാരിക്കുക, ഒരു u3 അല്ലെങ്കിൽ u4 ഇതിപ്പോ ഒരു u ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇതിപ്പോ ഒരു നമ്പേഴ്സ് വെച്ച് പറയാം നമുക്ക്. u1 എന്ന് പറയുന്ന ഒരു 2 ആണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു u-2 ആവാനുള്ള സാധ്യത ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഞാൻ പറയല്ലേ, ഇങ്ങോട്ട് പോയത് തന്നെ ഇങ്ങോട്ടേക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എടുക്കുമ്പോൾ നമ്മൾ അവിടെ ടോട്ടൽ ആൻഡ് ദെയർ ഇൻ റാൻഡം മോഷനിലാണ്. ഏതും ആവാം ഡിറക്ഷൻ. അപ്പൊ ഇങ്ങോട്ട് വന്ന ആൾക്ക് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്കും വരാലോ. റൈറ്റ്, the free electrons present in a conductor gain energy due to the temperature of surrounding. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ആക്ച്വലി അവിടെ എന്താണ് ഉണ്ടാവുന്നത്? ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് ആണ് ആ ടെമ്പറേച്ചർ ഓഫ് കണ്ടക്ടർ. അങ്ങനെയാണ് ആ ഒരു റാൻഡം മോഷൻ അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, എവിടുന്നാണ് ഈ മോഷൻ നടത്താനുള്ള എനർജി എന്നാണ് ചോദിക്കുന്നത്? അത് ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് ആണ്.
ദ സ്പീഡ് ഗെയിൻഡ് ബൈ വെർച്യൂ ഓഫ് ടെമ്പറേച്ചർ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് എന്ത്? റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. ഇപ്പൊ സ്പീഡ് ഒരു അതിനിപ്പം ഇലക്ട്രോൺ എന്നൊന്നുമില്ല, എന്തും ആയിക്കോട്ടെ, പക്ഷെ അവര് ടെമ്പറേച്ചർ കാരണമാണ് അവർക്ക് സ്പീഡ് ഉണ്ടാവുന്നതെങ്കിൽ, ഓക്കെ, ആ ഒരു ഗെയിൻ ഓഫ് സ്പീഡ് അല്ലെങ്കിൽ അല്ലെ സ്പീഡ് ഗെയിൻ ബൈ വെർച്യൂ ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ അതിനെ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് എന്ന് പറയും. അതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, VRMS കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയറിനെ റെപ്രസെന്റ് ചെയ്യുക. നിങ്ങൾ കെമിസ്ട്രിയിൽ ഒരു കാര്യം പഠിക്കുന്നുണ്ട്, കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, കൈനറ്റിക് എനർജി ഇപ്പൊ അവർ ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 3/2 kT ആയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് ഫിസിക്സിലെ 12mv² എന്നുള്ളത്. ആൻഡ് ഇവിടുത്തെ V എന്ന് പറയുന്നത് എന്താണ്? VRMS അല്ലേ? ബിക്കോസ് ഈ V എന്ന് പറയുന്നത് speed that is gained due to temperature. ടെമ്പറേച്ചർ കാരണം ഉണ്ടായിട്ടുള്ള സ്പീഡാണ്. കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ അവിടെ എന്തുണ്ടാവില്ല? ഒരു തരത്തിലും സ്പീഡ് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇവിടെ സ്പീഡ് ഉണ്ട്, അവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? ടെമ്പറേച്ചർ ആണ്. ശരി, അപ്പൊ ഈ രണ്ട് കൈനറ്റിക് എനർജി ഇക്വേഷൻസ്, ഇത് നിങ്ങൾ ഇക്വേഷൻ 1 എന്നിട്ട് കൊടുക്കുക, നിങ്ങളുടെ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം അല്ലെ? 12mVRMS² is equal to 3/2 kT. ഇതെന്ന് നിങ്ങളെടുത്ത് VRMSന്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ കാണുക? അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താ കാണുക? റൂട്ട് ഓഫ് ഈ ഹാഫും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 3 kT/m. ഓക്കെ അല്ലേ? 3 kT/m ഇതാണ് നിങ്ങളുടെ VRMSന്റെ ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക. ഇൻ കേസ് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ഇൻ കേസ് നിങ്ങളടുത്ത് ഇതൊക്കെ തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു നോ. സോ റൂട്ട് ഓഫ് 3 kT/m. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. ഇത് 12mv² നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡിന്റെ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആബ്സെൻസ് ഓഫ് ഇയിൽ മാത്രമാണ് ടെമ്പറേച്ചർ കാരണം. ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് അത് ടെമ്പറേച്ചർ ഓഫ് കണ്ടക്ടർ ആവും. അങ്ങനെയാണെങ്കിൽ എന്താവും? നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് ഈ ടെമ്പറേച്ചർ ഗെയിൻ ചെയ്ത് ഈ ടെമ്പറേച്ചർ കാരണം ഉണ്ടാകുന്ന സ്പീഡാണ് അവിടെ, അപ്പോഴാണ് അവർ റാൻഡം മോഷൻ നടക്കുന്നത്. അപ്പൊ ഈ ടെമ്പറേച്ചർ കാരണം ഉണ്ടാകുന്ന സ്പീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് എന്ന് വിളിക്കാം, VRMS. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് കണ്ടീഷൻ നോക്കിയതാ, ഇൻ ദ പ്രസൻസ് ഓഫ് ഇ. യെസ്, ഇൻ ദ പ്രസൻസ് ഓഫ് ഇ എന്താണ് കണ്ടക്ടറിൽ സംഭവിക്കുന്നുള്ളതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ടോപ്പിക്. റൈറ്റ്. വെൻ 2 ends of a conductor are joined to a battery. കണ്ടക്ടറിന്റെ 2 ends നിങ്ങൾ അതൊക്കെ ബേസിക് ആണ്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതാണ്. ടു എ ബാറ്ററി, ദെൻ one end is at a higher potential and the other end is a lower potential. അങ്ങനെ അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടക്ട് ചെയ്യും അല്ലെ? This produces an electric field inside the conductor. The field exerts an electric force on free electrons, causing acceleration of each electron in curved path. Right. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വന്നപ്പോൾ ഈന്റെ പ്രസൻസിൽ എന്താണ് സംഭവിച്ചത്? നേരത്തെ ഇങ്ങനെ പോയ ഇലക്ട്രോൺ ഇനിയിപ്പോ ഇങ്ങനെയാവും പോവുക, കർവ്ഡ് പാത്തിൽ പോവാൻ തുടങ്ങി. കാണുന്നില്ലേ നിങ്ങൾ? ഈ നേരത്തെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവായിരുന്നു ഇലക്ട്രോൺസ് അല്ലെ? അവിടുന്ന് കൊളീഷൻ നടന്ന ഇങ്ങോട്ടേക്ക്, അങ്ങനെ ഇങ്ങനെയാണ് ഫുൾ ഇലക്ട്രോൺസ് പോയിരുന്നത്. അത് സ്ട്രെയിറ്റ് പാത്ത് ആയിരുന്നു. ഇപ്പൊ അതെങ്ങനെയാ പോണത്? ഇവിടെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ പോയി ഇങ്ങനെ ഫുൾ കർവ്ഡ് പാത്തായി. എന്തുകൊണ്ടാണത്? അവിടെ ആക്സിലറേഷൻ ഉണ്ടായി. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു യുലാണെങ്കിൽ അതിനുശേഷം അതിന് വി ഉണ്ടാവുന്നുണ്ട്, യുവും വിയും. ഓക്കെ, നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് സ്പീഡാണ് യു എന്നുള്ള ടേം മാത്രം, തെർമൽ സ്പീഡ്, അതായത് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് അല്ലെ? പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താണ്? യുവും വിയും, കാരണം അവിടെ ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്. ശരി, ഇവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഫോഴ്സ് ഓൺ ചാർജ് എത്രയാടാ? QE. നിങ്ങൾ പഠിച്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. അതുപോലെ തന്നെ അതിനൊരു മാസും ഉണ്ട്, ആക്സിലറേഷനും ഉണ്ട്. അപ്പൊ അതിന്റെ വേറെ ഇക്വേഷൻ എന്താ? ന്യൂട്ടൺസ് അല്ലെ ലോ നമ്മൾ എടുക്കുന്ന ഡിറൈവ് ചെയ്തെടുക്കുന്ന F is equal to mE. അപ്പൊ QEയും MAയും കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ഇക്വേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കിട്ടി QE is equal to MA എന്ന് അല്ലെ? അപ്പൊ അത് നിങ്ങൾക്ക് ആക്സിലറേഷന്റെ ഇക്വേഷൻ കിട്ടും, QE by M. ഇതാണ് ആക്സിലറേഷന്റെ ഇക്വേഷൻ.
അല്ലെ? ഇവിടെ ഉണ്ടാകപ്പെടുന്ന ആക്സിലറേഷന്റെ ഇക്വേഷൻ ആണ് ഇത്. ഇതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി നടത്തും. സ്റ്റാർട്ട് ചെയ്തത് യുവിലാണെങ്കിൽ അത് കേർവ്ഡ് പാത്ത് എന്ന് പറയുന്നത് കേർവ്ഡ് പാത്ത് ആണെന്ന് ഓർക്കുക. അത് വീലായിരിക്കും പിന്നെ പോവുക. അങ്ങനെ ആകുമ്പോൾ ഒരു ആക്സിലറേഷൻ ഉണ്ട്. അത് QE/m ആണ്. ക്ലിയർ അല്ലേ? ശരി. മീൻ ഫ്രീ പാത്ത്. ഇനി നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. എന്താണ് മീൻ ഫ്രീ പാത്ത്? ഇതൊക്കെ നമുക്ക് പഠിക്കാം. The average distance between traveled by the electron between two successive collisions is the mean free path. ആവറേജ് ഡിസ്റ്റൻസ് എത്രയാണ് ട്രാവൽ ചെയ്തതെന്നുള്ളതാണ്. അതിന് നമുക്ക് ലാംഡ എന്ന് റെപ്രസെന്റ് ചെയ്യാം. എന്താണ്? ലാംഡ. ഇതാണ് ലാംഡ കേട്ടോ. ശരി, ഇത് 2 കൊളീഷൻസ് ആണ്. ഇതിവിടെ പോയി ഇങ്ങനെ ഇടിച്ചു, അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ഇത് ഈ ഫസ്റ്റ് കൊളീഷൻ, ഇത് സെക്കൻഡ് കൊളീഷൻ. ഇതിന്റെ ബിറ്റ്വീൻ ആയിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് എന്ന് പറഞ്ഞാൽ എന്താ? 2 അടുപ്പിച്ച്. ഫസ്റ്റ് കൊളീഷൻ സെക്കൻഡ് കൊളീഷൻ ആണ് സക്സസീവ് കൊളീഷൻസ്. അല്ലാണ്ട് സെക്കൻഡ് കൊളീഷനും ഫിഫ്ത്ത് കൊളീഷനും സക്സസീവ് കൊളീഷൻ നമുക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ 2 സക്സസീവ് കൊളീഷൻസ് അടുപ്പിച്ച് വരുന്ന, അതായത് തൊട്ടടുത്ത 2 അടുപ്പിച്ച് വരുന്ന കൊളീഷൻസ്. അപ്പൊ ഇത് നിങ്ങളുടെ ഫസ്റ്റ് കൊളീഷൻ, ഇത് നിങ്ങളുടെ സെക്കൻഡ് കൊളീഷൻ ആണെങ്കിൽ ഇതിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ്, അതാണ് എന്ത്? ഡിസ്റ്റൻസ് ട്രാവൽഡ്, അല്ലെ? ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ നമ്മളുടെ ആവറേജ് എന്നുള്ള ഒരു വാല്യൂ നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡ ആവറേജ് കാണാം. നമുക്ക് ലാംഡ എടുത്തേ. ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3, അല്ലെ? അപ് ടു ലാംഡ n വരെ ഉണ്ടാവും, ഡിവൈഡഡ് ബൈ n. ഇതാണ് നിങ്ങളുടെ മീൻ ഫ്രീ പാത്തിന്റെ ജനറൽ ഇക്വേഷൻ. ഓക്കെ, കാരണം അത് ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. എത്ര ഡിസ്റ്റൻസ് ആ ഇലക്ട്രോൺ ട്രാവൽ ചെയ്തു. അപ്പൊ ഇത് ആദ്യത്തെ കൊളീഷന്റെ ലാംഡ 1 ആയിരിക്കാം. ആദ്യത്തെ കൊളീഷന്റെ എന്താ പറയാ, സക്സസീവ് കൊളീഷന്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത 2ന്റെ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ടോട്ടൽ ആ ഒരു ഇലക്ട്രോൺ ട്രാവൽ ചെയ്ത മൊത്തം നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 അപ് ടു ലാംഡ n/n. ഓക്കെ അല്ലേ? നെക്സ്റ്റ് PDF നോക്കാം നമുക്ക്. നെക്സ്റ്റ് സ്ലൈഡ്. റിലാക്സേഷൻ ടൈം. എന്താണ് റിലാക്സേഷൻ ടൈം? ഇതും ഒരു ടേം ആണ് കേട്ടോടാ. ആവറേജ് ടൈം ടേക്കൺ ബൈ എൻ ഇലക്ട്രോൺ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ് ഇസ് ദ റിലാക്സേഷൻ ടൈം. അഗൈൻ 2 സക്സസീവ് കൊളീഷൻസ്, ഞാൻ എപ്പോഴും ഇങ്ങനെ വരയ്ക്കുന്നില്ല. 2 സക്സസീവ് കൊളീഷൻസിന്റെ ഇടയ്ക്കുള്ള ടൈം ഇല്ലേ, ആ ഒരു ആവറേജ് ടൈം, അതിന് നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ടോ എന്നാണ് കേട്ടോ. ടോ, ഇത് ടോ ആണ് സൈൻ കേട്ടോ. നിങ്ങൾ ടോർക്കിന്റെ ഒക്കെ ഒരു ടോ ഇല്ലേ, ആ ടോ ആണിത്. ദ ആവറേജ് ടൈം ടേക്കൺ ബൈ ഇലക്ട്രോൺ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ് ഇസ് ദി. അപ്പൊ നമുക്ക് അതിനെ ജനറലി ഇപ്പൊ റെപ്രസെന്റ് ചെയ്യാൻ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ ചെയ്താൽ മതി അറിയോ? ടോ ഇസ് ഈക്വൽ ടു ടോ 1 പ്ലസ് ടോ 2 പ്ലസ് ടോ 3 അപ് ടു ടോ n ബൈ n. ഇതായിരിക്കും നിങ്ങളുടെ ജനറൽ റെപ്രസെന്റേഷൻ വരുന്നത് കേട്ടോ. ടോ ഇസ് ഈക്വൽ ടു ടോ 1 പ്ലസ് ടോ 2 പ്ലസ്, അപ്പം അതായത് 2 സക്സസീവ് കൊളീഷന്റെ ബിറ്റ്വീൻ ഉള്ള ഡിസ്റ്റൻസ് ആണ് നേരത്തെ നിങ്ങൾ എടുത്തത് മീൻ ഫ്രീ പാത്ത്. അങ്ങനെയാണെങ്കിൽ 2 സക്സസീവ് കൊളീഷൻ, 2 കൊളീഷന്റെ ഇടയ്ക്കുള്ള ടൈം, ആവറേജ് ടൈം എത്രയാണോ എടുക്കുന്നത് അതാണ് ഇവിടുത്തെ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. ജസ്റ്റ് ടേംസ് ആണ്, മനസ്സിലാക്കി പോയാൽ മതി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ദി ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ദ ഫ്രീ ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് ടുവേർഡ്സ് ദ പോസിറ്റീവ് എൻഡ് ഓഫ് എ കണ്ടക്ടർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദ ഡയറക്ഷൻ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഫോർ ഇലക്ട്രോൺസ് ഇസ് ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഒരു എന്താ പറയാ, ഒരു ഫ്രീ ഇലക്ട്രോൺസ്, ഒരു കണ്ടക്ടറിനകത്തുള്ള ഒരു ഫ്രീ ഇലക്ട്രോൺസ്, അപ്പൊ അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇത് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ ഇത് എന്താണ് പോവുക, പോസിറ്റീവ് എൻഡിലേക്കാണ് പോവുക. പോസിറ്റീവ് എൻഡിലേക്കാണ് ഈ ഫ്രീ ഇലക്ട്രോൺസ് പോവുക, അല്ലെ? ഡ്രിഫ്റ്റഡ് ടുവേർഡ്സ് എ പോസിറ്റീവ് എൻഡ് ഓഫ് എ കണ്ടക്ടർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഫ്രീ ഇലക്ട്രോൺസ് പോസിറ്റീവ് എൻഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വെലോസിറ്റി ഉണ്ടാവുന്നുണ്ട്. അതാണ് എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി നമുക്ക് ജസ്റ്റ് വി എന്ന് റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് ഓൾറെഡി ഒരു യു ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് VD എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. VD, ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അപ്പൊ നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുന്നത്, VD. ശരി, ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. എടാ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്താണ്? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കല്ലേ, അല്ലെ? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് എങ്ങോട്ടാ പോകുന്നത്? ഇലക്ട്രോൺസ് പോസിറ്റീവിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. അപ്പൊ ഇത് പോസിറ്റീവിന്റെ അവേ ഫ്രം ആണ്. ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്, ഇത് പോസിറ്റീവ് ടു നെഗറ്റീവ്. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് പോകുന്നത്, ഫ്രീ ഇലക്ട്രോൺസ് പോകുന്നത് പോസിറ്റീവ് എൻഡിലേക്ക് ആയിരിക്കും. സോ അത് ഓപ്പോസിറ്റ് ആണ്, ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്ന ഒരു സിമ്പിൾ ടേം ആണ് ഇവിടെ.
റൈറ്റ്. ആ ഒരു സിമ്പിൾ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ലൈൻ പോലെ ഒരു ഫാക്റ്റ് ആണത്. അത് ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. കറന്റ് ഡെൻസിറ്റി. ശരി, കറന്റ് ഡെൻസിറ്റി എന്ന് പറയാം നമ്മൾ ജെ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. എന്താണ് ജെ? കറന്റ് ഡെൻസിറ്റി. നിങ്ങൾ കറന്റ് എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു മാക്രോസ്കോപ്പിക് വാല്യൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, അതിന്റെ വളരെ അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. കറന്റ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലേ. പക്ഷെ കറന്റ് ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതൊരു മൈക്രോസ്കോപ്പിക് വാല്യൂ ആണ്. കറന്റ് ഒരു മാക്രോസ്കോപ്പിക് വാല്യൂ ആണ്. കറന്റ് ഡെൻസിറ്റി ഒരു മൈക്രോസ്കോപ്പിക് വാല്യൂ ആണ്. റൈറ്റ്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല. കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് I/A ആണ്. I/A ഇവിടെ ഉണ്ട്. ഇസ് ഡിഫൈൻഡ് ആസ് ഒരു വെക്ടർ ആണ് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു ദ കറന്റ് പെർ യൂണിറ്റ് ഏരിയ സറൗണ്ടിങ് ദാറ്റ് പോയിന്റ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള ഏരിയ ബൈ കറന്റ് ബൈ ആ ഏരിയ. അതാണ് നിങ്ങൾക്ക് എന്ത് തരിക? കറന്റ് ഡെൻസിറ്റി തരിക. സർഫസ്. അപ്പൊ നമ്മൾ ഈ ഏരിയ ഇനി കാണുകയാണെങ്കിൽ തന്നെ ആ സർഫസ് എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും ടു ദ ഡയറക്ഷൻ ഓഫ് ചാർജ് എന്നുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചാർജ് ഫ്ലോന്റെ സർഫസ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളത്. റൈറ്റ്. അത് നമ്മള് ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഇനി നമ്മളിത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേമും കൂടെ വരുന്നുണ്ട്. മൊബിലിറ്റി എന്ന് പറയുന്ന ടേം മ്യൂ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതൊന്നുമില്ല, ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇ. അപ്പൊ മ്യൂ എന്താണ്? VD/E. നമുക്ക് VDക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്താലോ ഇവിടെ. ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലെ. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നപ്പോ പറയുന്നത് നമ്മൾ നേരത്തെ യു എഴുതിയ പോലെ തന്നെ. യു എങ്ങനെ എഴുതിയത്? തെർമൽ സ്പീഡും റൂട്ട് മീൻ സ്ക്വയർ. തെർമൽ സ്പീഡൊക്കെ എങ്ങനെ എഴുതിയത്? U1 + U2 + up to UN/n. പക്ഷെ അത് 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഫ്രീ ഇലക്ട്രോൺസ് ലാർജ് നമ്പർ ഉണ്ടാകുമ്പോൾ അവർ റാൻഡം മോഷനിൽ പോകുമ്പോൾ ആ ടോട്ടൽ വെലോസിറ്റി 0 ആവും. എങ്ങനെയെങ്കിലും അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലുള്ളത് ഒരു വെലോസിറ്റി ഉണ്ടാവും എന്നുള്ള നമ്മൾ പറയുന്നത്. കാരണം അവർ ഓൾറെഡി റാൻഡം മോഷനിലായതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ലാംഡ മീൻ ഫ്രീ പാത്ത് പറഞ്ഞു. അത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? λ1 + λ2 λ3 up to λn/n. അതുപോലെ റിലാക്സേഷൻ ടൈം പറഞ്ഞത് τ1 + τ2 + τ3 up to τn/n അല്ലെ. അതുപോലെ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത് v എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തത്. v1 + v2 + v3 അല്ലെ up to vn/n അല്ലെ. ഇത് ആക്ച്വലി എന്താണ്? നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ളത് അവിടെ എന്താണ്? തെർമൽ സ്പീഡാണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. റൈറ്റ്. ആക്സിലറേഷൻ, കാരണം അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്, ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ +1 പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് v = u + at എന്നുള്ളത്. നമുക്കറിയുന്ന ഇക്വേഷൻ അല്ലേ ഇത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് യുവിന് നമ്മൾ തെർമൽ സ്പീഡാണ് u അല്ലെ. അപ്പൊ നിങ്ങൾ ഈ ഓരോ v1നും v2നും v3ക്കും vnനും നിങ്ങൾക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അതായത് v = v1 എന്താടാ? u1 + a എന്ന് പറയുന്ന ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഒരു a തന്നെയാണ്, ഒരു കോൺസ്റ്റന്റ് ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. a ഈ t എന്താടാ? കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞത് റിലാക്സേഷൻ ടൈം τ1 ആണ്. ഹിയർ അത് τ1 ആണ് അല്ലെ. പ്ലസ് അപ്പൊ ഇതൊന്നായി. ഇത് എന്താണ്? നിങ്ങളുടെ v1 ആണ് കേട്ടോ. ഇനി നിങ്ങളുടെ v2 എന്ന് എഴുതിക്കുക. നിങ്ങൾക്ക് തന്നെ എഴുതാം u2 + a τ2 അല്ലെ പ്ലസ് u3 + a τ3 up to n വരെ നിങ്ങൾക്ക് ആ കണ്ടീഷൻ എഴുതാം. /n വരും. ഈ ഇക്വേഷൻ ഒന്നുമില്ലടാ. ഈ ഇക്വേഷൻ ഉണ്ടോ മേലത്തെ? v = v1 + v2 + v3 up to vn/n എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ അതിങ്ങോട്ട് മാറ്റി എഴുതി. സച്ച് ദാറ്റ് v1 എന്നുള്ളത് ഇതാ ഈ ടേം വെച്ച് പറയാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ +1 മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണത്. നമുക്കിതിലെ u1 ഒക്കെ പുറത്തെടുക്കാം. u1 + u2 + u3 up to the un വരെ ഉണ്ടാവും അല്ലെ. un/n പുറത്തെടുത്തു. പ്ലസ് a τ1 ഉണ്ട്. അപ്പൊ a എല്ലാത്തിലും കോമൺ അല്ലേ. എയും പുറത്തെടുക്കാം. പിന്നെ വരുന്ന എന്താണ്? τ1 + τ2 + τ3 അല്ലെ up to τn/n ശരിയല്ലേ. ഇങ്ങനെയല്ലേ വരുന്നത്. ഇതെന്താണ്? ഇത് തെർമൽ സ്പീഡ് അല്ലേ. തെർമൽ സ്പീഡ് എന്താണ്? 0 ആണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാണ് തെർമൽ സ്പീഡ് 0 ആണ്. അപ്പൊ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ v = 0 + a. ഇതെന്താണ്? നിങ്ങളുടെ തെർമൽ സ്പീഡ് അല്ലേ. a τ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. τ ആണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. τ1 + τ2 + τ3 τn. അതായത് നിങ്ങളുടെ റിലാക്സേഷൻ ടൈമിന്റെ ജനറൽ ഇതാണ്
ടോ എന്ന് പറയുന്നത്. ആൻഡ് ടോ 1, ടോ 2, ടോ 3 എന്ന് പറയുന്ന ഓരോ സക്സസീവ് കൊളീഷന്റെയും റിലാക്സേഷൻ ടൈംസ് ആണ്. സോ അതിന്റെ ആവറേജ് എടുക്കുമ്പോഴാണ് നമുക്ക് ജസ്റ്റ് ടോ കിട്ടുന്നത്, ടോട്ടൽ ആ ഒരു റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. ശരി, ഏത് ഇക്വേഷൻ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. A is equal to EE/m. ശരിയല്ലേ? യെസ്. അപ്പൊ നിങ്ങൾക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താല് നിങ്ങൾക്ക് V എന്ത് കിട്ടിയടാ? EE/m ഇൻറ്റു ടോ. എഴുതി വെച്ചോ. എന്റെ കൂടെ തന്നെ എഴുതി പോയിക്കോ. ഇത് സ്റ്റെപ്പ് ക്ലിയർ ആണ്, മനസ്സിൽ സിമ്പിൾ ഡെറിവേഷൻ ആണ്. നമ്മൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചെയ്ത പോലെ നമ്മൾ എനിക്ക് തോന്നുന്നു ഡൈപോളിന്റെ ആക്സിയൽ മൊമെന്റ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോളിന്റെ ആക്സിയൽ മൊമെന്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ 2, 3 എന്താ പറയാ സ്ലൈഡ്സ് എടുത്തിട്ടാണ് നമ്മൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തത് അല്ലെ. പക്ഷെ അത്രയും ഉള്ള ഒന്നും ഇല്ല ഇവിടെ. ഈ ചാപ്റ്റർ നിങ്ങൾ ഒട്ടാകെ നോക്കുകയാണെങ്കിലും അത്രയും വലിയ ഡെറിവേഷൻസ് ഒന്നും വരുന്നില്ല. അതുപോലെ സിമ്പിൾ നിങ്ങൾക്ക് ഒരൊറ്റ പേജിലോ അല്ലെങ്കിൽ അതായത് എനിക്കൊരൊറ്റ പേജിൽ, നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ പേജൊക്കെ ആണ് ഇതാ പകുതി പോലും ആവില്ല. അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് തീർക്കാം. ആകെ 4 സ്റ്റെപ്പേ ഉള്ളൂ. 4 സ്റ്റെപ്പ് ഇല്ല അല്ലെ. ആദ്യത്തെ നിങ്ങൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ ആണ് V1 + V2 + V3 up to Vn/n. അത് നമ്മൾ പഠിച്ച ഇക്വേഷൻ V = U + AT ഇത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ U എല്ലാം കോമൺ ആയിട്ട് എടുക്കുക, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. എല്ലാത്തിനും നമ്മൾ എന്നെ വിട്ടുപോരുത് കേട്ടോ. +A ടോ 1, ടോ 2 എല്ലാം കോമൺ ആയിട്ട് എടുക്കുക /n. അങ്ങനെയാണെങ്കിൽ ഇത് 0 ആണ് നമുക്കറിയാം, ബിക്കോസ് ഇത് തെർമൽ സ്പീഡ് ആണ്. തെർമൽ സ്പീഡ് 0 ആണ്. അപ്പൊ 0 + A ടോ എന്ന് വരും. എന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, EE/m. ഇത് ചാർജ്, ഇത് ഇലക്ട്രിക് ഫീൽഡ് /m ഇൻറ്റു ടോ. ഇതാണ് നിങ്ങളുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ. നമ്മളിവിടെ പഠിക്കും. നമ്മുടെ സ്ലൈഡ് പക്ഷെ എന്താടാ നിങ്ങൾ നോക്കിക്കേ, മൊബിലിറ്റി അല്ലേ. മൊബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒന്നുമില്ല, ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ E. ഈ ടേംസ് ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് മീൻ ഫ്രീ പാത്ത് എന്താണ്, അതുപോലെ തന്നെ റിലാക്സേഷൻ ടൈം എന്താണ്, നമ്മൾ ഫസ്റ്റ് പഠിച്ച കറന്റ് ഡെൻസിറ്റി, ഫസ്റ്റ് പഠിച്ചല്ല ഇതിന് മുന്നേ പഠിച്ച കറന്റ് ഡെൻസിറ്റി എന്താണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ബിക്കോസ് എന്താ വെച്ചാൽ ക്വസ്റ്റ്യനിൽ ചിലപ്പം അങ്ങ് തരും, കറന്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ കറന്റ് ഡെൻസിറ്റി തരും, എന്നിട്ട് നിങ്ങളടുത്ത് IJ ഒക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയണം. ശരി, ഇവിടെ നിങ്ങളുടെ മൊബിലിറ്റി മ്യൂ ആണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് E ആണ്, VD/E ആണ്. നിങ്ങളുടെ E ഇല്ലേ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ E, അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വെയിറ്റ്, ഇങ്ങനെയല്ല അല്ലേ? ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ ഇക്വേഷൻ ഇതൊന്നും ഞാൻ വായിക്കുന്നില്ല കേട്ടോ. ശരി, അതവിടെ തന്നെ നിന്നോട്ടെ. ഈ മ്യൂല് നമ്മളെ VDന്റെ ഇക്വേഷൻ നമ്മൾ അവിടെ ചെയ്തു വെച്ചില്ലടാ, അത് നമ്മൾ എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് വന്നു? EE/m ടോ, ഇത് VD ആണ്, /E ആണ്. എന്നിട്ട് E ക്യാൻസൽ ചെയ്തൂടെ നമുക്ക്? യെസ്. അപ്പൊ നിങ്ങളുടെ മ്യൂവിന്റെ ഇക്വേഷൻ എന്ത് വന്നൂടാ? E ചാർജ് ആണത്, ടോ /m. ഓക്കെ, സ്ക്വയറിൽ ഇട്ട് വെക്കുക കേട്ടോ, ഒരു ബോക്സ് ആക്കി വെക്കുക, ഒരു ബോക്സ് ചെയ്ത് വെക്കുക. ശരി, അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മ്യൂവിന്റെ ഇക്വേഷൻ കിട്ടി, ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ കിട്ടി, ഡെറിവേഷൻ ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ശരി, നമുക്കിനി നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാല് റിലേഷൻ ബിറ്റ്വീൻ V and E. ഇതാണ് നിങ്ങൾ നെക്സ്റ്റ് സ്ലൈഡ് വരുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് ഞാൻ ആദ്യം പറയാം. അതായത് ഇപ്പൊ N എന്ന് പറയുന്നൊരു ഇത്, അത് നിങ്ങളുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് വിചാരിക്കുക, ഒരു കണ്ടക്ടറിന്റെ അകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ആൻഡ് അവിടെ അതൊരു വോളിയത്തിന്റെ കേസാണ് കേട്ടോ. ഒരു എന്താ പറയാ ഹോളോ ആയിട്ടുള്ള ഒന്നുമല്ല, ഒരു വോളിയം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് അല്ലെ, A ഇൻറ്റു L. റൈറ്റ്, ഇത് ജസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമുക്കിപ്പോ വേണ്ടത് സ്മോൾ n എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ആൻഡ് ദാറ്റ് ഈസ് ലൈക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. പെർ യൂണിറ്റ് വോളിയം ആണ്, അതായത് ഓരോ യൂണിറ്റ് വോളിയത്തിലെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര ഉണ്ട് എന്നുള്ളതാണ് ഈ സ്മോൾ n തരുന്നത്. അപ്പൊ ഈ സ്മോൾ n നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പറയുന്നത് ക്യാപിറ്റൽ N ആണ്. സോ n/v എന്ന് കൊടുക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ആൻഡ് v നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? n/v ആണ് സ്മോൾ n എന്ന് പറയുന്നത്. അതവിടെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സ്മോൾ n എന്ന് പറയുന്നത് ജസ്റ്റ് യൂഷ്വലി n എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് വിചാരിക്കും. അല്ല, ഇവിടെ സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ് അല്ലെ. റൈറ്റ്,
n വന്നു, വോളിയം വന്നു, വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂവിന്റെ ഇക്വേഷൻ അറിയാം. ക്യൂവിന്റെ ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു ഇ ആണ് അല്ലെ. പക്ഷെ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അപ്പൊ കംപ്ലീറ്റ് ആയിട്ടില്ല. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താടാ? ഓക്കെ, അതവിടെ നിന്നോട്ടെ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? സ്മോൾ n എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വോളിയത്തിലെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഫിഗർ വരച്ച് കാണിച്ചു തരാം. ഇതൊരു ഫുൾ വോളിയാണെന്ന് വിചാരിക്കുക, ഇതൊരു ഫുൾ വി, അതിനകത്തൊരു യൂണിറ്റ് വോളിയമാണ് ഇതെന്ന് വിചാരിക്കുക. ഈ യൂണിറ്റ് വോളിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ് സ്മോൾ n തരുന്നത്. പക്ഷെ നമുക്ക് അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? n ഇൻറ്റു ടോട്ടൽ വി ചെയ്യണം. ടോട്ടൽ വോളിയത്തിൽ എത്ര ഉണ്ട് ഇലക്ട്രോൺസ് എന്ന് കിട്ടണമെങ്കിൽ, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടണമെങ്കിൽ ഇതൊരൊറ്റ യൂണിറ്റിലെയാണ്. അങ്ങനെ എത്ര യൂണിറ്റ് വോളിയം ഉണ്ട് എന്നുള്ളതാണ് ഈ വി പറയുന്നത്. എത്ര വോളിയം ഉണ്ട് എന്നുള്ളതാണ് വി പറയുന്നത്. അപ്പൊ അതിൽ ഒന്ന് നമുക്ക് കിട്ടി, ഒരു യൂണിറ്റ് വോളിയത്തിൽ നമുക്ക് കിട്ടി എങ്കിൽ ടോട്ടൽ വോളിയത്തിൽ എത്ര ഉണ്ട് എന്നുള്ളതാണ് വി. ഇൻറ്റു വി ചെയ്യണം നമ്മളപ്പം. അപ്പൊ n ഇൻറ്റു വി ആണ് നിങ്ങളെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നിങ്ങൾക്ക് തരാം. ശരി, അതില് ഇനി നമ്മള് Q ഈസ് ഈക്വൽ ടു NE അല്ലേ. ഈ n എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, NE എന്ന് കൊടുക്കണം കേട്ടോ. കാരണം അത് നിങ്ങൾ NE ഞാൻ കൊടുക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാല് അപ്പൊ നിങ്ങള് എന്താ പറയാ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ശരിയല്ലാത്ത പോലെ പോകും. രണ്ടും ഞാൻ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ആവശ്യമില്ല, കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നിങ്ങളുടെ ഈ Q ഇസ് ഈക്വൽ ടു N. n എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വന്നു? Q എന്ത് വന്നു? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താ? N ഇൻറ്റു വി. വി വോളിയം ആണ്. വോളിയത്തിന്റെ ഇക്വേഷൻ ഞാൻ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് തന്നിട്ടുണ്ട്. സോ അങ്ങനെ തന്നെ എഴുതിക്കോളൂ. വെറുതെ ഇങ്ങനെ ഓരോ N ഇൻറ്റു വി ഇൻറ്റു ഇ, വേറെ n എന്ന് പറയുന്നത് യൂണിറ്റ് ഓരോ യൂണിറ്റ് വോളിയത്തിന്റെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ അത് ഇൻറ്റു ടോട്ടൽ വോളിയം ചെയ്താലേ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടുള്ളൂ ഇൻറ്റു ഇ. ശരി, അതാണ് നിങ്ങളുടെ Q. എന്താ നമുക്ക് n ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഇ എന്ന് കൊടുക്കാം ക്യൂവിനെ. നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. കറണ്ടിന്റെ ഇക്വേഷൻ പറഞ്ഞോടാ. I ഇസ് ഈക്വൽ ടു Q ബൈ ടി അല്ലേ. അപ്പൊ Q എന്താ? NaLe ബൈ ടി. ഇതല്ലേ കറണ്ടിന്റെ ഇക്വേഷൻ വരുന്നത്. ശരി, ഇതിൽ നിന്ന് നമുക്ക് L ബൈ ടി വരുന്നുണ്ട്. നമ്മൾ നേരത്തെയും ചെയ്ത കാര്യമാണ് അല്ലെ. L ബൈ ടി വി അല്ലേടാ, അത് ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലേ, VDE. ഓക്കെ, NaVDE, റൈറ്റ്. ഇതാണ് നിങ്ങളുടെ കറണ്ടിന്റെ ഇക്വേഷൻ. NaVD വി ഇൻറ്റു ഡി അല്ല കേട്ടോ. വി ഡി നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത ഒരു രീതിയാണ് വി ഡി എന്നുള്ളത്. ഡി താഴെയാണ് ചെറുതായിട്ട്, അല്ലാണ്ട് വിന്റെ മേലായിട്ടല്ല. സോ വി ഡി ഇൻറ്റു ഇ, റൈറ്റ്. ശരി, അപ്പൊ ഞാൻ എഴുതട്ടെ. സോറി, ഇതൊക്കെ നിങ്ങൾ എന്റെ കൂടെ എഴുതി പോകുന്നില്ല, എനിക്ക് ഈ സൈഡ് വേണം കേട്ടോ, അതുകൊണ്ടാണ്. റൈറ്റ്. അപ്പം ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം, അത് ഓർത്ത് വെക്കാൻ. NeAVD ഇങ്ങനെയാണ് കേട്ടോടാ. ഓക്കെ, ഡി ഒരു പാരാമീറ്റർ ഒന്നും അല്ല, VD ആണ് പാരാമീറ്റർ, ഡ്രിഫ്റ്റ് വെലോസിറ്റി. ശരി, എൻ്റെ ഒരു സാർ പറഞ്ഞു തന്നൊരു ട്രിക്കാണ്, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ സാറ് പറഞ്ഞു തന്നൊരു ട്രിക്കാണ്. നീ എവിടെയെന്ന് നമുക്ക് ജസ്റ്റ് ഓർത്തിരിക്കാൻ ഒരു ഇതാണ്. അന്ന് ഞാനത് കേട്ട് ചിരിക്കുമായിരുന്നു. കാരണം ഞാൻ ഇങ്ങനത്തേലൊന്നും വലുതായിട്ട് വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഇത് കണ്ടപ്പം ആ സാറിനെ ഞാൻ ഓർത്തു ഒരു നിമിഷം. അതുപോലെ തന്നെ നിങ്ങൾക്കും പറഞ്ഞുതരാന്ന് വിചാരിച്ചു. ഇനി ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ പഠിക്കുന്നത് ഹെൽപ്ഫുൾ ആണെങ്കിൽ അങ്ങനെ പഠിക്കാം. ഞാൻ പൊതുവെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ, പക്ഷെ നമ്മൾ പറയും, ചിലവരൊക്കെ എൻ്റെ ഒരുപാട് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവുമ്പോൾ ഇത്തരം ഷോർട്ട് കട്ടുകൾ നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ചിലവർക്ക് എന്താ പറയാ, ഇത്തരം ഇക്വേഷൻസ് അങ്ങോട്ട് മനസ്സിൽ നിൽക്കില്ല, മനസ്സിലത് അങ്ങോട്ട് നിൽക്കില്ല എന്ന് പറയും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് പറയും ഇങ്ങനൊരു നീ എവിടെ, നീ എവിടെ. ഓക്കെ,
അത് എത്രത്തോളം ആപ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ എന്റെ സാർ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ പറയുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് കട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അത് വേറെ കാര്യം. പക്ഷെ അതല്ല, ഇത്തരം ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുമ്പോൾ ഫിസിക്സിന്റെ ഒരു സ്റ്റാൻഡേർഡ് അങ്ങ് പോയി പോവാന്നൊക്കെ തോന്നും ഇടയ്ക്ക്. അത് എന്റെ വളരെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അത് എല്ലാവർക്കും അങ്ങനെയൊന്നും ആവണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നീ എവിടെയെന്നുള്ളത് എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു, എന്റെ സാർ പറഞ്ഞെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ഞാനത് ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്, അത് വേറെ കാര്യം അല്ലെ. സാറ് പറഞ്ഞത് വേറെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഇതിന്റെ ഒരു ഗുണം. ഇപ്പൊ ഞാനിത് എന്താ പറയാ, എനിക്കത് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്തതൊരു, അത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. പക്ഷെ അത് ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. എന്റെ സാർ പറഞ്ഞതാണെങ്കിലും അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ഒരു കഴിവ്, അല്ലെങ്കിൽ അത് തന്നെയാണ് അതിന്റെ ഒരു ഗുണം. നമ്മളെ ഓർമ്മ വിട്ടുപോയില്ല, അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ നിൽക്കും എന്നുള്ളത്. ശരി, അപ്പോ I is equal to NEAVD. ഇതെല്ലാം പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ചുമ്മാ അയ്യലടാ ഈ നീ എവിടെയാണെന്ന് പറയരുത്. ഈ N എന്താ, E എന്താ, A എന്താ, VD എന്താ. അത് VD ആണെന്നും V*D അല്ലാന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചുമ്മാ നീ എവിടെയെന്ന് അങ്ങ് പറഞ്ഞാൽ പോരല്ലോ. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പം ഇങ്ങനെ തരുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതായത് ആ പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെങ്കിൽ ഓരോന്നും എന്താ എന്നും ഈ ഒക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഏരിയ എന്ന് ഒബ്വിയസ് ആണ് അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ നിങ്ങളത് പഠിച്ചിരിക്കണം ഒരു പ്രാവശ്യം. നിങ്ങളിങ്ങനെ ഡെയിലി ഇതെടുത്ത് വായിച്ച് ഏരിയ ആണ്, മറ്റേ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്, ഈ ചാർജിന്റെ വാല്യൂ ആണ്, എന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആണ്, അങ്ങനെയൊന്നും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതിലൂടെ പോയിരിക്കണം. അല്ലെ പിന്നെ എക്സാം ഹാളിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഇങ്ങനെ എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയം ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊന്നും എന്നെ വേറെന്തൊക്കെയോ ആണെന്നും എന്നെന്താപ്പോ നമുക്ക് നമ്മൾ എന്തെങ്കിലും വാല്യൂസിനോടൊക്കെ ഓർത്ത് വെക്കാന്ന് തോന്നും. അപ്പൊ അങ്ങനെയൊന്നും ആയി പോകരുത് കേട്ടോ. ശരി, അപ്പം ഒറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതിലൂടെ എല്ലാം പോയിരിക്കണം. ഓരോ പാരാമീറ്റേഴ്സും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊരു ഷോർട്ട് കട്ടാണ് നീ എവിടെയെന്നുള്ളത്. റൈറ്റ്, സോ ഇത് തന്നെയാണ് റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ. നോക്കേടാ, വി ഐ, ഐയും വിയും ഇതിനകത്തില്ലേ? യെസ്, ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ. ഈക്വേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ജെന്റെ ഇക്വേഷനിലേക്ക് വേണേൽ നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു ഇക്വേഷൻ ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒന്ന് പഠിപ്പിച്ചു തരാണ്. ഇതാണ് ആ ഇക്വേഷൻ. അതിൽ നിന്നും ചിലപ്പം കറന്റ് ഡെൻസിറ്റിയിലേക്ക് നിങ്ങൾക്ക് ആ ഇക്വേഷനെ മാറ്റാം. ചിലപ്പം കറണ്ടും തരില്ല, ഏരിയയും തരില്ല, പകരം കറന്റ് ഡെൻസിറ്റി തരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതൊന്ന് I/A = NEVD അല്ലേ? അതല്ല ഇക്വേഷൻ ഇങ്ങനെയാവും. A നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയല്ലേ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റാം. ഇതൊന്നും ഞാൻ ചെയ്യേണ്ടതല്ല, ഇതെല്ലാം നിങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ പക്ഷേ ഗോ ത്രൂ ചെയ്യണം. ഞാൻ എന്റെ മാക്സിമം, അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിൽ അങ്ങനെ തന്നെ, ഞാൻ എന്റെ മാക്സിമം കൺവേർഷൻസ് ഒക്കെ പോസിബിൾ ആക്കി തന്നിട്ടുണ്ട്. അതൊക്കെ പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതെന്താന്ന് വെച്ചാൽ ചിലപ്പം അവര് കറണ്ടും ഏരിയയും തരില്ല, ചുമ്മാ കറന്റ് ഡെൻസിറ്റിയും തരും. അപ്പൊ ഇതെന്താ, അപ്പൊ കറന്റ് ഡെൻസിറ്റി നിങ്ങൾ അറിയണം. അപ്പൊ അത് മനസ്സിലായില്ല. അതുപോലെ തന്നെ ഇതിങ്ങനെ ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ തന്നിരിക്കുന്ന ഇതുപോലെ ഞാൻ ഏത് ചാപ്റ്ററിലും ആയിക്കോട്ടെ ഇക്വേഷൻസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്റെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള, ഞാൻ മറന്നുപോയിട്ടില്ലെങ്കിൽ അതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട് കപ്പാസിറ്റൻസ് പഠിപ്പിക്കുമ്പം എനർജി പഠിപ്പിക്കുമ്പോൾ സിയും വിയും ഇല്ലെങ്കിൽ, ഇനി അതല്ല ക്യൂവും വിയും ആണെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഞാൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്റൻസ് തരില്ല. യൂഷ്വലി എല്ലാവരും ആദ്യത്തെ 2 ഇക്വേഷൻ ആണ്, അതായത് സിയും വിയും ചിലപ്പോൾ തരും, അല്ലെങ്കിൽ സിയും ക്യൂവും ചിലപ്പോൾ തരും. ഈ 2 ഇക്വേഷൻ മാത്രമേ തരൂ. അപ്പൊ സി തരാത്തൊരു കേസിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ അകത്ത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് ശരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു കപ്പാസിറ്റി കൂടുക. അങ്ങനെ മനസ്സിലായില്ലേ? നമ്മൾ തന്നെ ഇക്വേഷനിലിട്ട് ഈ ഒരു സംഭവം, ഇപ്പൊ നിങ്ങൾ എത്ര പേര് ഇത് കാണുന്നവർ ഇത് ഓർത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതൊന്നൊരു ജെന്റെ ഇക്വേഷൻ. അപ്പൊ J = NEVD അല്ലെ. അപ്പൊ എത്ര പേര് ഈ ഒരു സാധനം ഓർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാമല്ലോ എന്നുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. റൈറ്റ്, അപ്പൊ ഇങ്ങനെയും ചെയ്യാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെ വരാം എന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, നമ്മൾ എന്തായാലും ഇന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. അതിൻ്റെ അകത്ത് ഈ ഇക്വേഷൻ ഒക്കെ വരുന്നുണ്ടാവും. റൈറ്റ്, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം അല്ലെ. ഓംസ് ലോ. അപ്പൊ ഈ ചാപ്റ്ററില്, അല്ലെങ്കിൽ നമ്മൾ കറണ്ട് എന്ന് പറയുമ്പോഴേ നമ്മളവിടെ ഫസ്റ്റ് ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു ലോ ആണ് ഓംസ് ലോ. ഏറ്റവും ആദ്യം ഞങ്ങോട്ട് കറണ്ടിന് കുറെ ലോസ് ഉണ്ട്. കറണ്ടിന്റെ ഫ്ലോനൊക്കെ
ഇഷ്ടം പോലെ ലോസ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ആദ്യം, അതായത് ഒരു ടെർമിനലിലൂടെ ഇങ്ങനെ പോകണം, ഒരു സർക്യൂട്ടിലൂടെ ഇങ്ങനെ പോകണം, അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം പഠിക്കുന്നത്, അതായത് പറഞ്ഞാൽ കറണ്ട് എന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ബേസിക് ലോ ആണ് ഓംസ് ലോ. ഓക്കെ, നമുക്ക് നോക്കാം. It states that current flowing through a conductor is directly proportional to the potential difference across the ends of a conductor. ഒന്നുമില്ല, V is directly proportional to I. അതല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, V is directly proportional to I. അതാണ് ഈ സ്റ്റേറ്റ്മെന്റിലുള്ളൂ കേട്ടോ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചു വെക്കുക. കാരണം ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്കത് 2 മാർക്കിനോ എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഇത് വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല, അപ്പോ കുറെ മാർക്കിനൊന്നും ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ശരി, നമുക്ക് അടുത്തൊരു സ്ലൈഡ് എടുക്കാം. നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇക്വേഷൻ എന്താ, V is directly proportional to I. ഇതാണ് നിങ്ങളുടെ ഓംസ് ലോ. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി എങ്ങനെയാടാ, പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ എങ്ങനെയാ മാറ്റുക, ഒരു ഈക്വൽ ടു കൊണ്ടുവരും. അപ്പൊ ഈക്വൽ ടു ആക്കണമെങ്കിൽ അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ കൊണ്ടുവരണം. ഈ ഒരു കേസിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് R ആണ്, വേർ R is resistance. എന്താണ്, റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് കണ്ടക്ടർ. അപ്പൊ റെസിസ്റ്റൻസ് എന്നുള്ള ടേം എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇത്രയും മതിയാവും. ഓക്കെ, അതൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പഠിക്കുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ നിങ്ങൾക്ക് ഈ റെസിസ്റ്റൻസ് കോഡ്സ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ശരി. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ്, ഇത് ഈ ഇക്വേഷൻ ഒന്ന് റെസിസ്റ്റൻസ് എടുത്തേടാ, ഈ ഇക്വേഷൻ ഒന്ന് റെസിസ്റ്റൻസ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്തേടാ. R എന്താണ്, V/I അല്ലേ, R is V/I. ആറിന്റെ യൂണിറ്റ് വന്നിട്ട് ഓം ആണ് കേട്ടോ, SI യൂണിറ്റ് ഇസ് ഓം. ഇങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുക്കാം. ഇത് രണ്ടും കറക്റ്റ് ആണ്. ഓം ട്ടോ, ആ ഓം തന്നെയാണ്, ഓമിന്റെ സിമ്പിൾ പോലെയാണ് ഇത് കേട്ടോ. ഓക്കെ, സോ R is equal to V/I. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഇത്രയും ബേസിക് ഉള്ളൂ. നമുക്ക് ഇനി വരാനുണ്ട് കേട്ടോ, റെസിസ്റ്റൻസ് പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട്. വെയിറ്റ്, ഓമിക് കണ്ടക്ടേഴ്സ് എന്താണ്? കണ്ടക്ടേഴ്സ് തന്നെ ഇനി 2 ടൈപ്പ് ഉണ്ട്, ഓമിക് കണ്ടക്ടേഴ്സും നോൺ ഓമിക് കണ്ടക്ടേഴ്സും. ഓമിക് കണ്ടക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റൻസസ് ദാറ്റ് ഒബേസ് ഓംസ് ലോ. ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഓംസ് ലോ, അതായത് V directly proportional to I എന്നുള്ള ഈ ലോ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. യൂഷ്വലി മെറ്റൽസ് ആണ്, സിൽവർ, കോപ്പർ, മെർക്കുറി. മെറ്റൽസ് ഒക്കെ യൂഷ്വലി കണ്ടക്ടേഴ്സ് ആണ്. സോ സിൽവർ, കോപ്പർ, മെർക്കുറി നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. അപ്പം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേടാ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നിങ്ങൾ അവരുടെ ഗ്രാഫ് ഒന്ന് പറഞ്ഞേ. V/I എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അവരുടെ ഗ്രാഫ് എങ്ങനെ വരും, ഒന്ന് ഗസ് ചെയ്തേ. ചുമ്മാ ഞാനിപ്പോ ഗ്രാഫ് അതാണെന്ന് പറഞ്ഞു പോയാൽ നിങ്ങളും അത് ബൈഹാർട്ട് ചെയ്യും, പിന്നെ നിങ്ങൾക്കും അത് കഷ്ടപ്പാടായി ബൈഹാർട്ട് ചെയ്ത് പഠിച്ച്. സിമ്പിൾ ആണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഗ്രാഫ് ഒന്നുമല്ല, പക്ഷെ എന്നാലും അതിന്റെ ഒരു മീനിങ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ വരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. V directly proportional to I ആണ് നമ്മളുടെ ഓംസ് ലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ V/Iന്റെ ഗ്രാഫ് എങ്ങനെ വരും, നല്ലോണം ആലോചിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ടൈം നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ആലോചിച്ചോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. V/I അല്ലേ, അപ്പം V കൂടുമ്പോൾ I കൂടും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം V കൂടുമ്പോൾ I കൂടും. ഇതിപ്പോ ഇവിടെ വന്നു വിചാരിക്കുക, ഇതൊരു 1 ആണ് വിചാരിക്കുക. അപ്പൊ ഇതും 1, ഇത് 2, ഇതും 2, ഇത് 3, ഇത് 3, ഇത് 4, ഇത് 4. എടാ V കൂടുമ്പോ I കൂടിയില്ലേ, ഇതാ ഇങ്ങനെ പോവല്ലേ. ഇവിടെ ഈ ഓരോ പോയിന്റ് നിങ്ങൾ എടുക്കേ. ജസ്റ്റ് ഒന്ന് കളർ മാറ്റട്ടെ. എടാ നോക്കിക്കേ, V കൂടിയില്ലേ, V കൂടുമ്പോ ഇവിടെ I കൂടുകയാണ് അല്ലെ. സോറി, യെസ്, V കൂടുമ്പോ I കൂടുകയല്ലേ. ഞാൻ ഒരു മിനിറ്റ് യെല്ലോ തന്നെ വരയ്ക്കട്ടെ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ V കൂടുമ്പം V ഇങ്ങനെ കൂടുകല്ലേ ഇപ്പൊ ഈ ഒരു ഗ്രാഫില്. അതുപോലെ തന്നെ I കൂടി അല്ലെ. ഇപ്പൊ 1 1 ആണെങ്കിൽ, 2 2 ആണെങ്കിൽ, അതല്ല 3 3 ആണെങ്കിൽ, 4 4 ആണെങ്കിൽ അതിപ്പം സെയിം ആവണം എന്നുള്ളതല്ല. പക്ഷെ V കൂടുമ്പം I ഒരുപോലെ കൂടുക എന്ന് വെച്ചാൽ ആ ഗ്രാഫ് വേറെ എങ്ങനെയല്ലടാ, ജസ്റ്റ് ഒരു ലൈൻ ആണെന്നാണ് അതിന്റെ അർത്ഥം. നോക്കാം.
ഇതാ വി കൂടുമ്പം ഐ കൂടുമ്പോഴുള്ള ഗ്രാഫാണിത്. ജസ്റ്റ് ലീനിയർ ആയിരിക്കും. വി കൂടുമ്പം ഐ കൂടി എന്നുള്ളത് ഇതാണ്. ശരി, ഇതിപ്പോ ഞാൻ വി വൈ ആക്സിസിലും അല്ലെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വി നിങ്ങളുടെ വൈ ആക്സിസിലാണുള്ളത്, ഐ നിങ്ങളുടെ എക്സ് ആക്സിസിലും. ഇത് എക്സും ഇത് വൈയും. ഇനിയിപ്പോ അത് വി ബൈ ഐ തന്നെ ആവണമെന്നില്ലല്ലോ, ഐ ബൈ വി ആയിട്ടും ഗ്രാഫ് വരാം. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം ഉണ്ട്. ആ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഐ ബൈ വിയിലേക്ക് ഞാൻ വരാം. സ്ലോപ്പ് ഈ ഗ്രാഫ് ഒന്നെടുത്തേ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഡി വൈ ബൈ ഡി എക്സ്, അതായത് വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ്. വൈ ആക്സിസ് എന്താണ് ഇവിടെ, വി അല്ലേ, സോ വി ബൈ ഐ gives r. അപ്പൊ ഒന്നുമില്ല, നിങ്ങൾക്കൊരു വി ബൈ ഐ ഗ്രാഫ് തന്നു, വി വൈ ആക്സിസിലും ഐ എക്സ് ആക്സിസിലും. വി ബൈ ഐ ആണ് അപ്പൊ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഗിവ്സ് യു റെസിസ്റ്റൻസ്. നിങ്ങൾ ഈ ഒരു ഗ്രാഫിൽ എവിടെ നിങ്ങൾ സ്ലോപ്പ് കണ്ടാലും, നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്, റെസിസ്റ്റൻസ് ആയിരിക്കും, ആർ റെസിസ്റ്റൻസ്. ഓക്കെ, ശരി. ഇനി നിങ്ങൾ ഇതിപ്പോ ഞാൻ പറഞ്ഞു വി ബൈ ഐ ഗ്രാഫാണ്. നമുക്ക് ഐ ബൈ വി ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ വരച്ചു പോയിക്കോളൂ കേട്ടോ. ശരി, ഇനിയിപ്പോ ഞാൻ വരയ്ക്കുന്നത് ഐ ബൈ വി ഗ്രാഫ് ആണെന്ന് വിചാരിക്കാം. ഇതാണ് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐന്റെ ഗ്രാഫ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് ഒന്ന് പറഞ്ഞേടാ. സ്ലോപ്പ് ഒന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ് ആണ്, ഐ ബൈ വി ആണ്. ഐ ബൈ വി എന്താണ്, നിങ്ങളുടെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ഐ ആർ അല്ലേ. അപ്പൊ അതിൽ ഐ ബൈ വി ഒന്ന് എടുത്തേ. 1 by r will give you I by r. Sorry, I by v. Right. Okay. I by v. അപ്പൊ I by v തരുന്നത് നിങ്ങൾക്ക് എന്താണ്, 1 by r ആണ്. സോ ഇവിടെ നിങ്ങൾ എവിടെ സ്ലോപ്പ് എടുത്താലും നിങ്ങൾക്ക് എന്താണ് കിട്ടുക, 1 by r ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾ എവിടെ സ്ലോപ്പ് എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്നത് 1 by r ആയിരിക്കും. അതേസമയം വി ബൈ ഐ ആണ് ഗ്രാഫ് എങ്കിൽ, വി ഐ ആണ് ഗ്രാഫ് എങ്കിൽ ഇവിടെ നിങ്ങൾ എവിടെ സ്ലോപ്പ് എടുത്താലും നിങ്ങളുടെ വൈ ആക്സിസ് ബൈ ഐ, ദാറ്റ് ഇസ് ആർ, ഇതാണ് നിങ്ങളുടെ സ്ലോപ്പ്. സ്ലോപ്പ് ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഡി വൈ ബൈ ഡി എക്സ് സ്ലോപ്പ് കാണുക എന്നുള്ളത് ജനറൽ ഇക്വേഷൻ ആണ്. ഡി വൈ ഇവിടെ ഐ ആണ്, ഡി എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ വി ആണ്. സോ ദാറ്റ് വിൽ ഗിവ് യു 1 by r. റൈറ്റ്. അപ്പൊ അത് ക്ലിയർ അല്ലേ? ഇതാണ് ഗ്രാഫ് ഓഫ് ഓമിക് കണ്ടക്ടേഴ്സ്. അത് രണ്ട് കേസ് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, ഒരു ഗ്രാഫ് തരികയാണ്, ആൻഡ് അതിൽ ചിലപ്പോൾ വി ബൈ ഐ ആവണമെന്നില്ല. യൂഷ്വലി എല്ലാ ടീച്ചേഴ്സും വി ബൈ ഐ പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകും. അതായത് വി ബൈ ഐ ഗ്രാഫ് വരയ്ക്കാൻ പഠിപ്പിക്കും, അത് വേറെ സ്ലോപ്പ് ഇസ് ആർ, ഈ ഗ്രാഫ് സെക്കൻഡ് ഗ്രാഫ്. പക്ഷെ അങ്ങനെ പഠിപ്പിക്കുമ്പോഴൊരു കേസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ എക്സാമിന് ഐ ബൈ വി ഗ്രാഫ് വരും, പക്ഷെ കുട്ടികൾ അത് ശ്രദ്ധിക്കില്ല. നേരെ ഓക്കെ ഇതിൽ എവിടെ സ്ലോപ്പ് എടുത്താലും ആറാണ് കിട്ടുക എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, മനസ്സിലായില്ലേ? നിങ്ങൾ ഐ ബൈ വി ആണ് നിങ്ങളുടെ ഗ്രാഫ് എങ്കിൽ അവിടെ സ്ലോപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക റെസിപ്രോക്കൽ ഓഫ് ആർ ആണ്, റെസിസ്റ്റൻസ് അല്ല, 1 by r ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ അത് ശ്രദ്ധിക്കണം. വി ബൈ ഐ ആണോ നിങ്ങളുടെ ഗ്രാഫ്, ഐ ബൈ വി ആണോ നിങ്ങളുടെ ഗ്രാഫ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പൊതുധാരണ വേണം. അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അതിനാണ് ഞാൻ ഈ രണ്ട് ഗ്രാഫും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ.